വിരുന്നൂട്ടിയ ശേഷം വിരട്ടുന്ന സംഘപരിവാർ തന്ത്രം തിരിച്ചറിയുന്നുവെന്ന് കത്തോലിക്ക സഭ. ഈ തന്ത്രം വിലപ്പോകില്ലെന്ന് കത്തോലിക്ക സഭ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. BJP ഇട്ടിരിക്കുന്നത് ആട്ടിൻതോൽ തന്നെയെന്ന് ക്രിസ്തുമസ് വിരുന്നിന് പോയ സഭാധ്യക്ഷന്മാർക്കും അറിയാമായിരുന്നു. മൗനം കൊണ്ട് കാര്യമില്ലെന്ന് KCBCക്കും മനസ്സിലായി. KCBC തുറന്നു പറയാതെ മനസ്സിലൊതുക്കിയതെല്ലാം ദീപിക ദിനപത്രത്തിലൂടെ ഇന്ന് പുറത്തു ചാടിയിരിക്കുകയാണ്. അങ്ങനെ തല്ലും തലോടലും വേണ്ടെന്ന അതിശക്തമായ സന്ദേശമാണ് കത്തോലിക്ക സഭ മുന്നോട്ട് വെക്കുന്നത്. ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് CPIM പ്രതിനിധി M. പ്രകാശൻ മാസ്റ്റർ, വലത് നിരീക്ഷകൻ ഷാബു പ്രസാദ്, കത്തോലിക്ക കോൺഗ്രസ് മീഡിയ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് മനു J. വരാപ്പള്ളി, മുതിർന്ന മാധ്യമപ്രവർത്തകൻ M. ജയചന്ദ്രൻ. ആദ്യം ഈ ചർച്ച പോകുന്നത് കത്തോലിക്ക കോൺഗ്രസ് മീഡിയ കോർഡിനേറ്ററായ അഡ്വക്കേറ്റ് മനു J. വരാപ്പള്ളിയിലേക്കാണ്. അഡ്വക്കേറ്റ് മനു J. വരാപ്പള്ളി, താങ്കൾക്ക് കേൾക്കാമോ? അഡ്വക്കേറ്റ് മനു, ന്യൂനപക്ഷങ്ങളുമായി പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹവുമായുള്ള ബന്ധം വളർത്താൻ ഒരു ഭാഗത്ത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വലിയ നീക്കങ്ങൾ നടക്കുകയാണ്. മറുഭാഗത്ത് ക്രൈസ്തവരെയും ക്രൈസ്തവ സ്ഥാപനങ്ങളെയും പലതരത്തിൽ സമ്മർദ്ദത്തിലാക്കുന്ന നിലപാടുകൾ സംഘപരിവാർ ഗ്രൂപ്പുകൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയാണ്. ക്രിസ്മസ് വിരുന്നിൽ മോദിക്കൊപ്പം പങ്കെടുത്ത സഭാധ്യക്ഷന്മാർ ആരും തന്നെ ക്രൈസ്തവ സമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ, ഈ അതിക്രമങ്ങൾ അവർക്ക് മുൻപാകെ ചൂണ്ടിക്കാട്ടാൻ തയ്യാറായില്ല എന്നത് വലിയ വിമർശനമുയർന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോൾ നോക്കൂ, KCBCയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ ജേക്കബ് G. പാലക്കാപ്പള്ളി ദീപിക ദിനപത്രത്തിൽ ഇതെല്ലാം തുറന്നെഴുതിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു നിലപാടിലേക്ക്, ഇത്തരത്തിൽ അതിശക്തമായ ഭാഷയിൽ തുറന്ന നിലപാടിലേക്ക് KCBC എത്തിയതെങ്ങനെ? മനുവിലേക്ക് എത്താം. ഇപ്പോൾ CPIM പ്രതിനിധി പ്രകാശൻ മാസ്റ്ററിലേക്ക് പോകുകയാണ്. പ്രകാശൻ മാസ്റ്റർ, ഇന്ന് KCBCയുടേതായി വന്ന ദീപിക ദിനപത്രത്തിലെ ലേഖനം ഇന്ന് ക്രൈസ്തവ സമൂഹം രാജ്യത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ അത് തുടങ്ങുന്നത്. ഇങ്ങനെ തല്ലും തലോടലും വേണ്ട എന്ന അതിശക്തമായ സന്ദേശം കത്തോലിക്ക സഭ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ, കേരളത്തിലടക്കമുള്ള സാഹചര്യം പരിഗണിക്കുമ്പോൾ എങ്ങനെയാണ് KCBCയുടെ നിലപാടിനെ കാണേണ്ടത്? കഴിഞ്ഞ 9.5 വർഷത്തിലേറെയായി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അടങ്ങുന്ന ഇന്ത്യയിലെ ന്യൂനപക്ഷം യഥാർത്ഥത്തിൽ RSS സംഘപരിവാര ശക്തികളുടെ കടുത്ത വേട്ടയാടലിന് വിധേയമാവുകയാണ്. ഇത് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള സാധാരണ ജനങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇപ്പോൾ സമീപകാലത്ത് നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി അമേരിക്കയിൽ ചെന്നപ്പോൾ അമേരിക്കൻ സെനറ്റിനകത്ത് നടന്നിരിക്കുന്ന പ്രസംഗം ബഹിഷ്കരിക്കാൻ ഒരുപറ്റം ആളുകൾ മുന്നോട്ടേക്ക് വന്നത് ഒരു മതനിരപേക്ഷ രാഷ്ട്രമായിട്ട് ഇന്ത്യയെ സംരക്ഷിക്കാൻ നരേന്ദ്രമോദി ഗവൺമെൻറ് താല്പര്യമെടുക്കുന്നില്ല എന്ന വിഷയം വെച്ചുകൊണ്ടാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പിന്നീട് ഫ്രാൻസിലേക്ക് ചെന്നപ്പോൾ അവിടെ യൂറോപ്യൻ യൂണിയൻ്റെ പാർലമെൻറ്റ് ഏതാണ്ട് 80% ആളുകൾ പങ്കെടുത്തുകൊണ്ട് ഇന്ത്യയുടെ ഈ ന്യൂനപക്ഷത്തെ ധ്വംസിക്കുന്ന നിലപാടിനെതിരെ ശക്തമായ നിലക്കുള്ള ഒരു പ്രമേയം തന്നെ BJPയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അംഗീകരിക്കുകയുണ്ടായി. ഞാൻ സൂചിപ്പിക്കുന്നത്, ലോകത്തെമ്പാടുമുള്ള ആളുകളെ സംബന്ധിച്ച് നരേന്ദ്രമോദി ഗവൺമെൻറ്റും സംഘപരിവാര ശക്തികളും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ന്യൂനപക്ഷ വേട്ടയെ സംബന്ധിച്ച് നല്ലതുപോലെ അവർക്കെല്ലാം ബോധ്യമുണ്ട്. ഇത് വെറുതെ ഉണ്ടാകുന്നതൊന്നുമല്ല. RSS സംഘപരിവാര ശക്തികളെ സംബന്ധിച്ച് അവരവരുടെ ആഭ്യന്തര ശത്രുക്കൾ ആര് എന്നുള്ളത് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് 1 മുസ്ലിമാണ്, 2 ക്രിസ്ത്യാനിയാണ്, 3 കമ്മ്യൂണിസ്റ്റുകാരാണ്. അവരെ എങ്ങനെ നശിപ്പിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതിൻ്റെ ഒരു പരമ്പരയാണല്ലോ ഈ പിന്നിട്ട് പോയ 9.5 കൊല്ലക്കാലമായിട്ട് നിയമവിരുദ്ധ മാർഗങ്ങളടക്കം സ്വീകരിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ അവർ ചെയ്യുന്നു എന്നുള്ള കാര്യം ഇതിനകം തന്നെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ നരേന്ദ്രമോദി ഗവൺമെൻറ് വരുന്ന കാലത്തുള്ളതിൻ്റെ 5 ഇരട്ടിയാണ് ക്രിസ്തീയ സ്ഥാപനങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള അക്രമമെന്ന് ഈ ലേഖനത്തിനകത്ത് കൃത്യമായിട്ട് ഫാദർ ജേക്കബ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആൾക്കൂട്ട ആക്രമണങ്ങൾ, കള്ളക്കേസുകളിൽ പെടുത്തൽ, ദേവാലയം നശിപ്പിക്കൽ,
ആരാധന തടസ്സപ്പെടുത്തൽ, ഇതെല്ലാം നടക്കുന്നത് BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളിലാണ്. മറ്റു സ്റ്റേറ്റുകളിൽ നടക്കുന്നത് സംഘപരിവാര ശക്തികളുടെ മുൻകൈയിലാണ് എന്ന കാര്യം ഈ ലേഖനത്തിനകത്ത് പറയുന്നുണ്ട്. BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ ക്രൈസ്തവർ നേരിടുന്ന ഭീഷണി എന്താണ്? ഇത് വളരെ കൃത്യമായിട്ട് ലേഖനത്തിനകത്ത് അവർ പറയുന്നു. ക്രൈസ്തവരും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളും ഭീഷണി നേരിടുന്നു. സുരക്ഷിതമായി ജീവിക്കാനുള്ള സാഹചര്യം പോലും സാധാരണ ജനങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് ഇല്ലാതാവുന്നു. സ്ഥാപനങ്ങൾക്കും സമുദായ നേതൃത്വത്തിനും പ്രവർത്തന സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെടുന്നു. വർഗീയ വിദ്വേഷ പ്രചരണങ്ങളുടെ ഫലമായിട്ട് ആൾക്കൂട്ട ആക്രമണങ്ങൾ പെരുകുന്നു. മതപരിവർത്തന നിരോധന നിയമം വ്യാപകമായിട്ട് ദുരുപയോഗപ്പെടുത്തി ന്യൂനപക്ഷങ്ങളെ അറസ്റ്റ് ചെയ്ത് കൽത്തുറുങ്കിലടക്കുന്നു. എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾ അരക്ഷിതാവസ്ഥയിലാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ഈ 2024 ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ധർമ്മ സംസദ് എന്ന് പറയുന്ന ഹിന്ദു സന്യാസിമാരുടെ സംഘടനയാണ്. അതിനെല്ലാ നിലക്കുമുള്ള പിന്തുണയുമായിട്ടാണല്ലോ നരേന്ദ്രമോദി ഗവൺമെന്റ് നിൽക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ഏറ്റവും ഒടുവിലായിട്ട് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ? ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിലെ പ്രധാനമന്ത്രി ഇവിടെ ഒരു ക്ഷേത്രം പണി നടത്തുന്നതിന് മേൽനോട്ടം വഹിക്കുക, അതിന് പൂജാതി കർമ്മങ്ങൾ നടത്തുക, തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അവിടെ വിഗ്രഹ പ്രതിഷ്ഠ നടത്തുക. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു അനുഭവം ഒരിക്കലും എനിക്കുണ്ടായിട്ടില്ല. അത്രമാത്രം വലിയ ഒരു 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 മാനസികമായിട്ടുള്ള ഒരു ഉത്തേജനത്തിലാണ് ഞാൻ എന്ന് അദ്ദേഹം ഇന്നലെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചല്ലോ. അപ്പോൾ വളരെ വ്യക്തമാണ്, ഈ രാജ്യത്തുള്ള ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കി ഒരു ഹൈന്ദവ രാഷ്ട്രം സ്ഥാപിക്കാനുള്ള നീക്കങ്ങളാണ് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ മുൻകൈയിൽ സംഘപരിവാര ശക്തികൾ ഇന്ത്യ രാജ്യത്താകെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് രാജ്യത്തെ സാഹചര്യം. ഞാൻ അങ്ങിലേക്ക് എത്താം. ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് മീഡിയ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് മനു ജെ വരാപ്പള്ളി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഈ ന്യൂനപക്ഷങ്ങളുമായി, പ്രത്യേകിച്ച് ക്രൈസ്തവ ജനവിഭാഗങ്ങളുമായി വലിയൊരു ഊഷ്മള ബന്ധം സ്ഥാപിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഉള്ള BJPയുടെ നേതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ക്രിസ്മസ് ദിനത്തിലെല്ലാം കണ്ടതാണ്. ഇത്തരത്തിൽ വിരുന്നൊരുക്കി സഭാധ്യക്ഷന്മാരെ വിളിക്കുകയും അവരെ ചേർത്ത് നിർത്തുന്ന ഒരു സമീപനം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അത്തരത്തിൽ ശ്രമങ്ങൾ നടക്കുമ്പോൾ പോലും ഇപ്പുറത്ത് വിവിധ നിയമങ്ങളുടെ പേരിൽ, വിവിധ സംഘടനകളുടെ പേരിൽ ഈ ക്രൈസ്തവ വിഭാഗം വേട്ടയാടപ്പെടുന്ന ഒരു സ്ഥിതിവിവര കണക്ക് തന്നെയാണ് ഇന്ന് ദീപികയിലെ മുഖപത്രത്തിൽ വളരെ കൃത്യമായി വന്നത്. KCBCയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ ജേക്കബ് ജി പാലക്കാപ്പള്ളി വളരെ വിശദമായ ഒരു ലേഖനം കൊടുത്തിരിക്കുകയാണ്. അന്ന് ഈ മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങളിൽ മൗനം പാലിച്ച സഭാധ്യക്ഷന്മാർക്കെതിരെ വലിയ വിമർശനം നമ്മുടെ പൊതുസമൂഹത്തിൽ ഉയർന്നതാണ്. പക്ഷേ മൗനം കൊണ്ട് കാര്യമില്ല എന്ന ഒരു തലത്തിലേക്ക് KCBC എത്തുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കൈവന്നിരിക്കുകയാണ്. പുതിയ സാഹചര്യം എങ്ങനെയാണ്? അതിനെ രണ്ട് വിധത്തിൽ കാണുവാനാണ് ആഗ്രഹിക്കുക. ക്രിസ്മസ് ദിവസം നടന്ന അത്താഴ വിരുന്നെന്ന് പറയുന്നത് അത് ഇന്ത്യൻ ജനാധിപത്യത്തോടുള്ള ഒരു ആദരവായിരുന്നു. ആ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ആ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിളിക്കുമ്പോൾ, അതും ക്രിസ്മസ് ദിനത്തിൽ വിളിക്കുമ്പോഴത്തേക്കിന് അത് തീർച്ചയായിട്ടും അത് ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന, ജനാധിപത്യത്തെ അംഗീകരിക്കുന്ന ഒരു വിഭാഗം എന്ന നിലയിൽ അവിടെ പോകുവാനുള്ള ബാധ്യസ്ഥതയുണ്ട്. അത് മാത്രമല്ല, ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത് നിലപാടുകൾക്കപ്പുറം നിന്നുകൊണ്ട് തന്നെ മാനവികതയുടെ ഒരു സന്ദേശത്തോടു കൂടി എല്ലാവരുമായിട്ടും സഹവർത്തിത്വത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാണ്. അത് എക്കാലവും ഞങ്ങളെ ചീത്ത വിളിച്ചവരെയും ഉപദ്രവിച്ചവരെയും അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാവരുമായിട്ടും ചർച്ചയ്ക്ക് പോകാനായിട്ട് ക്രൈസ്തവ സമൂഹം തയ്യാറായിട്ടുണ്ട്. അതിനെ ആ വിധത്തിൽ വേണം കാണുവാൻ. അതിനെ ആ സമയത്ത് വെച്ചുകൊണ്ട് രാഷ്ട്രീയപരമായിട്ട് ചർച്ച ചെയ്തില്ല എന്ന് പറഞ്ഞ രാഷ്ട്രീയ അജണ്ടകളെയാണ് സഭ എതിർത്തത്. സഭയെ സംബന്ധിച്ചിടത്തോളം എവിടെ ചെന്നു കഴിഞ്ഞാലും വ്യക്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. അതൊരു രാഷ്ട്രീയ പക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നതല്ല. ആ പക്ഷം എന്ന് പറയുന്നത് നീതിയുടെ പക്ഷമാണ്. ആ നീതിയുടെ പക്ഷത്ത് നിൽക്കുമ്പോഴത്തേക്കിന് തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയുവാനായിട്ടുള്ള ആർജവത്വം എന്ന് സഭാ മേലധ്യക്ഷന്മാർ കാണിച്ചിട്ടുണ്ട്, സഭ കാണിച്ചിട്ടുണ്ട്, സമുദായ സംഘടന എന്ന നിലയിൽ കത്തോലിക്ക കോൺഗ്രസ് കാണിച്ചിട്ടുണ്ട്. അത് തുടരുകയും ചെയ്യും. തീർച്ചയായിട്ടും ഇന്ന് KCBCയുടെ ഇതായിട്ട് വന്നിരിക്കുന്ന ഈ ലേഖനം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മറുവശമാണ്. ഈ സ്നേഹത്തോടു കൂടിയുള്ള അത്താഴ വിരുന്നുകൾ നടക്കുമ്പോൾ ആ അത്താഴ വിരുന്നുകൾക്കൊപ്പം തന്നെ ആ സ്നേഹത്തിൽ ചാലിച്ച അത്താഴ വിരുന്നുകൾ മാത്രമല്ല, ഇന്ത്യയുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ, ഈ ക്രൈസ്തവ സമൂഹം നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങളും കൂടെ അഡ്രസ്സ് ചെയ്യുവാനായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് അത്താഴ വിരുന്നുകൾ തന്നവരെ തയ്യാറാകണമെന്നൊരു സന്ദേശം കൂടി ഇതിൻ്റെ അകത്തുണ്ട്. ഇത് BJPയെ ഉദ്ദേശിച്ചാണ് ഇന്നത്തെ ഈ ലേഖനം ഉള്ളതെങ്കിൽ ഇത് BJPക്ക് മാത്രമല്ല, ഇന്ന് കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത് ബാധകമാണ് എന്നും കൂടെ ഓർപ്പിക്കുകയാണ്. തല്ലും തലോടലും ഒരുമിച്ച് കൊണ്ടുപോകരുത്.
കാര്യമെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സഭയെ സംബന്ധിച്ചിടത്തോളം ആരുടെയും ഒപ്പമല്ല, ആരെയും എതിർക്കുന്നുമില്ല, ആരെയും അനുകൂലിക്കുന്നുമില്ല. നിങ്ങൾ ചെയ്ത നല്ലതിനെ ഞങ്ങൾ അംഗീകരിക്കും, അതിനൊരു സംശയവും വേണ്ട. പക്ഷേ ആ നല്ലത് ചെയ്തു എന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ നമ്മൾക്കൊരു വേദി തന്നു എന്നതിൻ്റെ പേരിൽ നിങ്ങൾ കാണിക്കുന്ന എല്ലാ കൊള്ളരുതായ്മകളും അത് ശരിയാണെന്ന് പറയണം എന്ന് ശഠിക്കരുത്. മറിച്ചൊരു കാര്യം കൂടി ഉണ്ട്. അങ്ങനെ ആരെങ്കിലും കൊള്ളരുതായ്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കൊള്ളരുതായ്മ ചെയ്തവരോട് ഞങ്ങൾ സംസാരിക്കരുത് എന്ന് മറ്റാരും വാശി പിടിക്കുകയും ചെയ്യരുത്. ഇതാണ് സഭ പറയുക. സഭ ധാർമ്മികതയുടെ ശബ്ദമായിട്ട് ഇന്നുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിന്റെ പീഡനങ്ങൾ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ഇന്ന് ഇന്ത്യയിൽ നിലനിന്നിരിക്കുന്ന അവസ്ഥയിൽ, ഈ ചർച്ചകളുടെ ഈ അവസ്ഥയിൽ, ഈ ചർച്ചകൾ നടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് നാളെ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നു, ഈ ചർച്ചകൾ നടക്കുമ്പോഴത്തേക്കിന് പ്രധാനമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള ഈ ബഹുജന സമക്ഷത്തിലേക്ക് ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടി തന്നെയാണ് ഇത് എത്തിയിരിക്കുക. ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ നേരിടുന്നുണ്ട്. അത് രാഷ്ട്രീയ പ്രസ്ഥാനം എന്നതിനേക്കാൾ, രാഷ്ട്രീയ ലേഖനം എന്നതിനേക്കാൾ ഉപരി ക്രൈസ്തവ സമൂഹം നേരിടുന്ന വെല്ലുവിളികളെയും പ്രശ്നങ്ങളെയും കൃത്യമായി അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അത് ആരോടുമുള്ള എതിർപ്പുമല്ല, മറ്റാരോടുമുള്ള സ്നേഹവും എല്ലാം തിരിച്ചറിയുക. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്: സ്നേഹത്തോടൊപ്പം, തലോടലിനോടൊപ്പം തല്ലാൻ നിങ്ങൾ നോക്കിയിരിക്കരുത്. ഞങ്ങൾക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, ഞാൻ അങ്ങയിലേക്ക് വരാം. ഇതാണ് KCBCയുടെ നിലപാട്. ഷാബു പ്രസാദ്, ഇതാണ് BJPക്കെതിരെ ഉയരുന്ന വിമർശനം. ഈ ലേഖനത്തിലുടനീളം ഈ രാജ്യത്ത് നടക്കുന്ന ക്രൈസ്തവ വേട്ടയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ ദീപികയിൽ ഇന്ന് വന്ന ലേഖനത്തിൽ KCBC വളരെ കൃത്യമായി വ്യക്തമാക്കുന്നത്. നമ്മളുടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് മനു ജെയും അതുതന്നെയാണ് പറയുന്നത്. തല്ലും തലോടലും ഒരുമിച്ച് വേണ്ട, വിരുന്നൂട്ടി അങ്ങനെ വിരട്ടാൻ നോക്കണ്ട എന്നുള്ള വളരെ കൃത്യമായ ഒരു നിലപാട് KCBC മുന്നോട്ട് വയ്ക്കുകയാണ്. മാത്രവുമല്ല, ഇപ്പോൾ മനു പറഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു പ്രസക്തി അങ്ങേയറ്റം ബോധ്യമാകുന്നത്. പ്രധാനമന്ത്രി വരാൻ പോകുകയാണ്, അദ്ദേഹത്തിൻ്റെ സമക്ഷത്തിലേക്ക് കൂടി ഇക്കാര്യങ്ങൾ എത്തിക്കുക എന്ന കൃത്യമായ ധാരണയോടെ തന്നെയാണ് ഇന്ന് ദീപിക ദിനപത്രത്തിൽ KCBCയുടേതായ ലേഖനം വന്നത് എന്നതുകൂടി ചൂണ്ടിക്കാട്ടുകയാണ്. അപരമത വിദ്വേഷം ഇങ്ങനെ പോയാൽ നിങ്ങളെ ആര് വിശ്വസിക്കുമെന്ന വലിയ ചോദ്യം മുന്നിൽ നിൽക്കുകയാണ്. നിലിമ, എനിക്ക് മുമ്പ് സംസാരിച്ച ഈ അഡ്വക്കേറ്റ് മനു, സത്യത്തിൽ അദ്ദേഹം നിങ്ങളെ ഒരുപാട് നിരാശപ്പെടുത്തി കളഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ആശയ നിരാശ അവിടെ നിൽക്കട്ടെ, അദ്ദേഹം ചില കാര്യങ്ങളല്ലേ പറഞ്ഞത്. അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്ന നീലിമ, ഞാൻ സംസാരിച്ച് തുടങ്ങിയിട്ട് പോലുമില്ല. ശരി ശരി, നിങ്ങൾ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ശരി, സംസാരിക്കൂ. കാര്യം ഞാൻ അങ്ങനൊരു ഇതിനു മുമ്പ് നമ്മൾ തമ്മിലുണ്ടായിരുന്ന ആ ഒരു സംഭവം ആവർത്തിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ അതിന് നിങ്ങളും സഹകരിച്ചാലേ പറ്റുള്ളൂ. തീർച്ചയായും സംസാരിക്കും. അത് വേണോ വേണ്ടതില്ല. കാര്യം നിങ്ങളുടെ ടീം ഇവിടെ കഷ്ടപ്പെട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ഞാനും ഇല്ലാത്ത സമയം ഉണ്ടാക്കിയാണ്. ആരോഗ്യകരമായ ചർച്ച മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിന് സഹകരണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് തീർച്ചയായും. ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നുണ്ടാകും എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു രൂക്ഷമായ പ്രതികരണം അദ്ദേഹത്തിൽ നിന്നുണ്ടായില്ല. അദ്ദേഹം വളരെ എത്ര കൃത്യമായി, എത്ര പക്വമായിട്ട്, അതായത് വ്യക്തിത്വമുള്ള ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ട് അത് പറയാനുള്ള കാര്യങ്ങൾ അവരുടെ മുഖപത്രത്തിലൂടെ, നമ്മുടെ ജനാധിപത്യം അനുവദിച്ചു കൊടുത്തിരിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിലൂടെ അവർ പറഞ്ഞു. അവർ ആരെയും അനുകൂലിക്കുന്നുമില്ല, ആരെയും എതിർക്കുന്നുമില്ല. അത്ര വളരെ കൃത്യമാണത്. അതിൻ്റെ അകത്ത് എല്ലാമുണ്ട്. നിങ്ങളടക്കമുള്ള മാധ്യമങ്ങളും ഇതിനു മുമ്പ് CPM-ഉം എല്ലാവരും ഇവിടെ കുറച്ച് കാലമായിട്ട് വളരെ കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരുന്ന ആ ഒരു ഇവിടെ കേന്ദ്രഭരണം BJP നരേന്ദ്രമോദി ഇവിടെ ന്യൂനപക്ഷങ്ങളെ തിന്നുന്നേ ഇവിടുത്തെ സഭാധ്യക്ഷന്മാർക്കോ അല്ലെങ്കിൽ മതനേതൃത്വത്തിന് പോലും ആ ബോധമില്ല. ഈ രീതിയിലുള്ള ഒരു ഫിയർ സൈക്കോസിസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു ശ്രമത്തിൽ, ആ ചൂണ്ടയിൽ ക്രൈസ്തവ സമൂഹം കൊത്തിയിട്ടില്ല എന്നുള്ളതിൻ്റെയും കൂടി ഏറ്റവും വലിയ തെളിവാണ് ശ്രീ അഡ്വക്കേറ്റ് മനു ഇവിടെ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആർജവത്തിൻ്റെ മുമ്പിൽ ഞാൻ നമിക്കുന്നു. പിന്നെ മറ്റൊന്ന്, ഇവിടെ ഈ പ്രകാശം മാസ്റ്റർ ഇതിനു മുമ്പ് ഇവിടെ ഇരുന്ന് പറഞ്ഞു, നരേന്ദ്രമോദി എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത്, ഇത് ജനാധിപത്യ രാജ്യമല്ലേ. പ്രകാശം മാഷെ, നരേന്ദ്രമോദി പോകുന്നു, ശരി, അവിടെ അദ്ദേഹം വിശ്വാസിയായ ഒരു ഹിന്ദുവും കൂടിയാണ്, നിങ്ങളുടെ ഇവിടെ ഒരു മന്ത്രിയുണ്ടല്ലോ, കെ രാധാകൃഷ്ണൻ,
അങ്ങേര് വിശ്വാസിയല്ല, അങ്ങേര് കടുത്ത നിരീശ്വരവാദിയാണ്, അങ്ങേരെ ദൃഢപ്രതിജ്ഞ എടുത്ത് മന്ത്രിയായ മനുഷ്യനാണ്, കഷ്ടകാലത്തിന് ഈ കേരളത്തിലെ ദേവസ്വം മിനിസ്റ്ററുമാണ്. ഈ വിശ്വാസിയല്ലാത്ത ഒരു മനുഷ്യൻ ആ ശബരിമലയിലെ തിക്കിലും തിരക്കിലും അവിടെ മനുഷ്യനെന്ന് നിന്ന് തിരിയ സ്ഥലമില്ലാത്തടത്ത് അവിടെ പോയി കയ്യിൽ കൊടുത്ത തീർത്ഥജലം എടുത്ത് താഴോട്ട് ഒഴിച്ചു കളഞ്ഞ് കേന്ദ്ര അവയവവും പൊത്തിപ്പിടിച്ചോണ്ട് അവിടെ വന്നവരെ മുഴുവൻ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്നത് എന്തിനായിരുന്നു? ആ ശ്രീകോവിലിൻ്റെ മുമ്പിൽ ദേവസ്വം മന്ത്രി എന്നുള്ള ഉത്തരവാദിത്വം നിറവേറ്റാനായിരുന്നെങ്കിൽ അങ്ങേര് ഈ ശ്രീകോവിലിൻ്റെ മുമ്പിൽ ഈ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കേണ്ട കാര്യമുണ്ടോ? എന്താ അങ്ങേർക്ക് അവിടെ ശ്രീകോവിലിൻ്റെ മുമ്പിൽ ദേവസ്വം മന്ത്രിക്ക് എന്താ കാര്യം? വിശ്വാസിയല്ലാത്ത അവിശ്വാസിയായ നിരീശ്വരവാദിയായ ഈ മനുഷ്യൻ അവിടെ എന്താ കാര്യം? അവിടെ ബാക്കിയുള്ള അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ അന്വേഷിക്കാനാണെങ്കിൽ അവിടെ പോയി ഓഫീസിൽ ഇരുന്ന് അന്വേഷിക്കണം. ഇവിടെ നമ്മുടെ കേരളത്തിൻ്റെ കണ്ടതാണ്. അപ്പോഴാണ് വിശ്വാസിയായ ഹിന്ദുവായ നരേന്ദ്രമോദി പ്രധാനമന്ത്രി അവിടുത്തെ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ക്ഷണമനുസരിച്ച് അവിടെ നടക്കുന്ന ഈ ഭാരതം അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ചടങ്ങിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ചടങ്ങിലേക്ക് അദ്ദേഹം ക്ഷണിക്കപ്പെട്ട മുഖ്യാതിഥിയായി ചെല്ലുന്നത് നിങ്ങൾക്കെന്തിനാണ് ഇത്ര വലിയ വിഷമം? ആദ്യം നിങ്ങളുടെ മന്ത്രിയോട് അമ്പലത്തിൽ പോകരുതെന്ന് പറ. അവിടെ ചെന്ന് അയക്കെന്താ അവിടെ കാര്യം? അതുകൊണ്ട് എത്ര ബാലിശമാണ് ഇവരുടെയൊക്കെ വർത്തമാനം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ പ്രധാനമന്ത്രി കേരളത്തിൽ വരുന്നു. BJP എന്ന പാർട്ടിക്ക് ഇവിടുത്തെ ഒരു പ്രബല പ്രധാനപ്പെട്ട സമൂഹവുമായി സംവദിക്കാനുള്ള അവകാശമുണ്ട്. അവർ സമ്മതിക്കും. അത് തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാനും ഒരു മേശയ്ക്കപ്പുറവും ഇപ്പുറവും ഇരുന്നു കൊണ്ട് അത് സോർട്ട് ഔട്ട് ചെയ്യാനുമുള്ള എല്ലാ ജനാധിപത്യ അവകാശവും ഇവിടെ CPM-നും കോൺഗ്രസിനും എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ BJP-ക്കുമുണ്ട്, ഈ നാട്ടിലെ പ്രധാനമന്ത്രിക്കുമുണ്ട്. അത് ആ സമൂഹം എത്രത്തോളം അത് വിശ്വാസത്തിലെടുക്കുമെന്നുള്ളതും അത് എത്രത്തോളം സാധിക്കുമെന്നുള്ളതൊക്കെ അതൊക്കെ പിന്നത്തെ കാര്യമാണ്. പക്ഷെ നിങ്ങളുടെ ഈ അങ്കലാപ്പ് കാണുമ്പോൾ ഇവിടെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ആ അഡ്വക്കേറ്റ് മനുവിനെ പോലുള്ളവർക്ക് എത്ര ഉൽപ്പതിഷ്ണുക്കളായില്ല, അങ്ങനെയുള്ളവർക്കില്ലാത്ത മതനേതൃത്വത്തിനില്ലാത്ത അങ്കലാപ്പവും ചങ്കെടുപ്പുമാണ് നിങ്ങൾക്ക്. നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ അങ്ങയിലേക്ക് വരാം. ആമുഖമായി പറഞ്ഞതാണ്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ M. ജയചന്ദ്രൻ കൂടി പോവുകയാണ്. ഈ ഘട്ടത്തിൽ പോകേണ്ടത് CPIM-ന്റെ പ്രതിനിധിയിലേക്കാണ്. അദ്ദേഹത്തിലേക്ക് ഞാൻ ഉടനെ തിരികെ എത്താം. ഇതൊരു ഫസ്റ്റ് റൗണ്ട് ആയതുകൊണ്ട് ഇങ്ങനെ പോകട്ടെ. M. ജയചന്ദ്രനിലേക്ക് പോവുകയാണ്. ശ്രീ M. ജയചന്ദ്രൻ, BJP-യുടെ പ്രതിനിധി അല്ലെങ്കിലും BJP അനുഭാവിയായ ഷാബു പ്രസാദ് ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത് താങ്കൾ കേട്ടു. ഒരു ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരും അതിൻ്റെ മന്ത്രിയും ശബരിമലയിൽ പോയി നിൽക്കുന്നത് വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്നതല്ല പ്രശ്നം എന്നത് നമുക്കറിയാം. പക്ഷേ അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി അവിടെ പോയി നിൽക്കുന്നതാണ് അദ്ദേഹത്തിന് ഈർഷ്യയുണ്ടാക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹം ഉപയോഗിച്ച ചില വാക്കുകളോട് കടുത്ത വിയോജിപ്പുണ്ട് എന്ന് പറയുക കൂടി ചെയ്യുകയാണ്. ഇത്തരത്തിൽ ഒരു രീതി ശരിയാണോ? അല്ല, അത് നിലം ഒരു കാര്യമുള്ളത്, അദ്ദേഹത്തിന്റെ ബഹുമാന്യ സുഹൃത്താണ് ശ്രീ ഷാബു പ്രസാദ്. പക്ഷേ ഇത്തരം കേസുകളിൽ അദ്ദേഹത്തിന്റെ നിലപാടെന്ന് പറയുന്ന പൊതുവിൽ ആ ഒരു ഹൈന്ദവ ഒരു തിയോക്രാറ്റിക് ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൽ അദ്ദേഹം മാറില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇവരെല്ലാവരും അങ്ങനെ വരൂ. കാരണം ഇവിടെ ഇപ്പോ മന്ത്രിശ്രീ K. രാധാകൃഷ്ണൻ ആ സ്ഥാനത്തേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ കാരണം ഭരണമുന്നണി LDF ആണെന്നുള്ളതുകൊണ്ടാണ്. അതിനെ നയിക്കുന്നത് CPIM ആണെന്നുള്ളതുകൊണ്ടാണ്. പിന്നെ ആരായിരിക്കണം പിന്നെ ദേവസ്വം മന്ത്രി എന്നതിന് നിയതമായ വ്യവസ്ഥ നിയമസഭയിൽ വളരെ മുൻപ് തന്നെ പ്രാബല്യത്തിൽ ഇരിക്കുന്ന ഒരു സംഗതിയാണ്. ആ സംബന്ധിച്ചൊക്കെ CPIM പ്രതിനിധിയായ പ്രകാശൻ മാസ്റ്റർ പറയുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ അത് വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്നുള്ളതൊന്നുമല്ല. ഹൈന്ദവ വിഭാഗത്തിൽ നിന്നുള്ള MLA-മാർ തെരഞ്ഞെടുക്കുന്ന ആളാണ് ആ ചുമതലയിൽ വരുന്നത്. അത്രേ ഉള്ളൂ കാര്യം. അദ്ദേഹത്തിന് ഏൽപ്പിക്കപ്പെട്ട ഒരു ചുമതലയാണത്. പിന്നെ ഈ ധർമ്മശാസ്താവ് അല്ലെങ്കിൽ അയ്യപ്പൻ എന്ന മൂർത്തിയെ
ഭരണപരമായ ചുമതലയുടെ പേരിൽ കയ്യേൽക്കുന്ന ഒരു ജനനേതാവിന്റെ ഉത്തരവാദിത്വം എന്താണ്, ഒരു ഭക്തന്റെ ഉത്തരവാദിത്വം എന്താണ്, ഇതൊക്കെ കൃത്യമായി വ്യവച്ഛേദിച്ച് വരേണ്ട മറ്റു കാര്യങ്ങളാണ്. അതിലേക്കൊന്നും ഞാൻ പോവാത്തത് പ്രകാശൻ മാസ്റ്റർ ഇവിടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഈ കേട്ട പ്രശ്നത്തിനെ സംബന്ധിച്ച് മാത്രം എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയില് 79.80% ഹിന്ദുക്കളുടെ ശതമാനം എന്ന് പറയുന്നത്. അതിൽ ക്രിസ്ത്യാനികളുടെ എണ്ണം എത്രയാണ്? അത് രസകരമാണ് കേട്ടോ, 2.30%. പക്ഷെ ഈ 80% വരുന്ന ഹിന്ദുക്കൾ നിരന്തരം ഉന്നയിക്കുന്ന ആരോപണം എന്താണ്? ഈ പറയുന്ന 2.30% വരുന്ന ക്രിസ്ത്യാനികൾ മതപരിവർത്തനം നടത്തുന്നു, ഇതാണ് ഞങ്ങൾക്കുള്ള എതിർപ്പ്. ഇതാണ് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇതിലെ ശരിതെറ്റുകളാണ് ഇതുപോലെ ചർച്ചയിൽ വരുമ്പോൾ ദീപികയിലെ മുഖലേഖനത്തിൽ വന്ന ആ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ചർച്ച സംഘടിപ്പിക്കുമ്പോൾ ഇതിലെ ശരിതെറ്റുകളാണ് പ്രധാനമായും എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇവിടെ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ പൊതുവായി പറയാനുള്ള കാര്യം, പിന്നീട് അവസരം കിട്ടിയാൽ ഞാൻ പറഞ്ഞോളാം. പൊതുവായി പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മറ്റേ നമ്മുടെ ഇസ്ലാം ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ 14.23%, പിന്നെ സിഖ് 1.72%, ബുദ്ധന്മാര് 0.70%, ജൈനന്മാര് 0.36% ഇന്ത്യയിലുള്ളത്. അപ്പൊ ഈ മതന്യൂനപക്ഷങ്ങൾ മതത്തിനേക്കാൾ ഉപരിയായി സംഘടിച്ചു നിൽക്കുന്ന ഒരവസ്ഥ കഴിഞ്ഞ കുറെ കാലമായി ഇന്ത്യയിൽ കാണാൻ കഴിയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ആഴത്തിൽ ആലോചിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയം എന്ന് ഞാൻ കരുതുന്നു. ഒറ്റ കാര്യമേ ഉള്ളൂ അതിനെ സംബന്ധിച്ചോളം. എൻ്റെ ആലോചനയിൽ വരുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, അവരെ സംബന്ധിച്ചോളം അവരുടെ നിലനിൽപ്പാണ് മതത്തിന്റെ മതബോധനങ്ങളെക്കാൾ വളരെ പ്രധാനമാണ് അവരുടെ നിലനിൽപ്പ്. അത് രാഷ്ട്രീയമായ ആശങ്കയിൽ നിന്നാണ് ഉണ്ടാവുന്നത്. രാഷ്ട്രീയമായ ഭയാശങ്കകളെ തുടർന്നാണ് ഇത് ഉളവായിക്കൊണ്ടേയിരിക്കുന്നത്. ഇപ്പോ അഡ്വക്കേറ്റ് മനു എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിന്റെ നിലവാരത്തിലും നിലയിലും ആ ചുമതലയിൽ നിന്നുകൊണ്ട് പറയാൻ കഴിയും. അതൊന്നും ഒരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. ആ പരിധിക്കകത്ത് നിന്നുകൊണ്ട് അദ്ദേഹം പറയുകയും ചെയ്യും. അതും ഇരിക്കട്ടെ. പക്ഷേ ഈ ന്യൂനപക്ഷങ്ങൾ, ക്രൈസ്തവ ന്യൂനപക്ഷം മാത്രമല്ല ഞാൻ പറയുന്നത്, ഈ 4 ന്യൂനപക്ഷങ്ങളും കരുതുന്നത് തങ്ങളുടെ നിലനിൽപ്പ് പ്രതിസന്ധിയിലായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ മറികടക്കണമെങ്കിൽ സംഘടിതരാവണം. നേരത്തെ നാരായണ ഗുരു പറഞ്ഞതുപോലെ സംഘടിച്ച് ശക്തരാവണം. അതാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ വേറെ വഴിയില്ല എന്നുള്ള നിലയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോ ദീപികയിൽ ഇന്നാണ് ഈ ലേഖനം വന്നതെങ്കിൽ 1 മാസം മുമ്പ് ദീപികയുടെ അസോസിയേറ്റ് എഡിറ്ററും മുതിർന്ന മാധ്യമപ്രവർത്തകരും ഡൽഹിയിലെ ബ്യൂറോ ചീഫുമായ ജോർജ് കള്ളിവേലിന്റെ മണിപ്പൂർ FIR എന്ന് പറയുന്ന പുസ്തകം പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്റെ ഇരിപ്പുണ്ട്, ആ പുസ്തകം ഇരിപ്പുണ്ട്. എത്ര ഈ സമഗ്രവും അതേസമയം ഹൃദയസ്പർക്കമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുന്നതെന്ന് അതിലൂടെ ഒന്ന് ഓടിച്ചു നോക്കിപ്പോയാൽ നമുക്ക് മനസ്സിലാവും. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇവരുടെ നിലനിൽപ്പ് അടിസ്ഥാനപരമായി ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു നിരന്തരം. അതേസമയം ഭരണഘടന 25, 26, 27, 28 ആർട്ടിക്കിളുകൾ മനുവിന് കൂടുതൽ നന്നായിട്ട് അറിയുമല്ലോ, മതസ്വാതന്ത്ര്യത്തിൻ്റെതാണ്. മതം ഏതൊരു ഇന്ത്യക്കാരനും അവനവൻ വിശ്വസിക്കുന്ന മതം വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ് മതസ്വാതന്ത്ര്യം ഭരണഘടന പറയുന്നത്. ശവപ്രസാദ് വിശ്വസിക്കുന്ന ആ ഒരു ദർശനത്തിന്റെ വക്താക്കൾ പറയുന്നത് ഇവർ ഹിന്ദുക്കളെ മതം മാറ്റുന്നു എന്നാണ്. ഇതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. ഞാൻ അങ്ങനെയൊക്കെ വരാം. എം പ്രകാശൻ മാസ്റ്റർ, ഇതാണ് ഇന്ന് KCBC ഈ ദീപിക പത്രത്തിൽ എഴുതിയിരിക്കുന്ന ലേഖനത്തിലെ ഏറ്റവും കാതലായ വസ്തുത എന്ന് പറഞ്ഞിരുന്നത്. ഈ മത പരിവർത്തന നിരോധന നിയമം ഉൾപ്പെടെയുള്ള സംഗതികൾ വെച്ചുകൊണ്ട് ഒരു സമൂഹത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള നീക്കത്തിൽ കടുത്ത ആശങ്ക KCBC രേഖപ്പെടുത്തുകയാണ്. വർദ്ധിച്ചു വരുന്ന വർഗീയ ധ്രുവീകരണം അവർ വലിയ വിപത്തായി ചൂണ്ടിക്കാട്ടുകയാണ്. നോക്കൂ, ക്രിസ്മസിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ബിഷപ്പുമാരെയൊക്കെ വിളിച്ച് ആദരിക്കുന്ന അത്തരത്തിൽ ജനാധിപത്യപരമായ ഒരു പ്രക്രിയ എന്നൊക്കെ വിശേഷിപ്പിക്കാം. എങ്കിൽ കൂടി അത്തരത്തിലൊരു പ്രീണന നയം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. തൊട്ടുപുറകെയാണ് ഭോപ്പാലിൽ കഴിഞ്ഞ ഈ ജനുവരി 4-ന് ഒരു ഏഞ്ചൽ
ഹോസ്റ്റൽ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? അവിടുത്തെ 26 പെൺകുട്ടികളെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു കള്ളക്കേസെടുക്കുന്നു. അവിടുത്തെ ചുമതലയുള്ള പുരോഹിതനെ അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ 26 പെൺകുട്ടികളും വളരെ കൃത്യമായി അവരവരുടെ വീടുകളിലുണ്ട് എന്ന് ബോധ്യമായിട്ട് പോലും ആ പുരോഹിതനെ, ഫാദർ അനിൽ എന്ന് പറയുന്ന പുരോഹിതനെ ഇപ്പോഴും റിമാൻഡ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ക്രൈസ്തവ സമൂഹം നമ്മുടെ മുന്നിൽ വലിയ ആശങ്കയായി ഉയർത്തിക്കാട്ടുന്നത്. പക്ഷേ ഈ ചർച്ചയെ വഴിതിരിച്ചു വിടാനാണ് മറ്റൊരു തരത്തിൽ ഇവിടെ ശ്രമം നടക്കുന്നത്. ഇവിടെ അഡ്വക്കേറ്റ് മനുവിന് ക്രിസ്ത്യാനികൾക്ക് അങ്കലാപ്പില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് എനിക്കറിയില്ല. ഷാവ് പ്രസാദ് പറയുന്നത് ക്രിസ്ത്യാനികൾക്ക് യാതൊരു അങ്കലാപ്പും ഇല്ല, ലേഖനത്തിലും അങ്ങനെ ഇല്ല, ഇതെല്ലാവർക്കും എതിരായിട്ടുള്ള എന്തോ ഒരു കാര്യമാണ് എന്ന് അഡ്വക്കേറ്റ് മനു പറയുന്നു. എന്നാൽ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഈ ലേഖനത്തിലുള്ള 2-3 വാചകം ഞാൻ വായിക്കാം. ഈ ആൾക്കൂട്ട ആക്രമണങ്ങൾ, കള്ളക്കേസുകളിൽ പെടുത്തൽ, ദേവാലയങ്ങൾ നശിപ്പിക്കൽ, ആരാധനയും വേദോപദേശ ക്ലാസുകളും തടസ്സപ്പെടുത്തൽ എന്നിങ്ങനെയുള്ള അതിക്രമങ്ങൾ വ്യാപകമായി നടക്കുന്നത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് എന്നുള്ളതൊരു വാസ്തവമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ തന്നെയും അത്തരം ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് തീവ്ര ഹിന്ദുത്വ സംഘടനകളുടെ പ്രവർത്തകരാണ്. ഇത് ഫാദർ ജേക്കബ് ബി പാലക്കാപ്പള്ളി ലേഖനത്തിൽ പറയുന്നതാണ്. ഇനി അദ്ദേഹം മറ്റു ഭാഗത്ത് പറയുന്ന നോക്കുക, മണിപ്പൂർ എന്ന സംസ്ഥാനം ഗോത്രകലാപത്തിൻ്റെ മറപിടിച്ച് ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ആസൂത്രിതമായി അവിടെ നടപ്പിലാക്കിയത്. ഇത് അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കുന്ന സംഘപരിവാർ പ്രസിദ്ധീകരണങ്ങൾ ഇത്തരം വർഗീയ സംഘർഷങ്ങൾക്ക് പ്രധാന കാരണമായി തീരുന്നു. ലേഖനത്തിൽ പറയുന്നതാണ്, പ്രധാനമന്ത്രി ക്രിസ്മസ് വിരുന്നൊരുക്കുമ്പോൾ ഓർഗനൈസറിൽ ക്രിസ്മസ് അവഹേളിക്കപ്പെടുകയായിരുന്നു. കേരളത്തിൽ നിന്നുള്ള RSS പ്രസിദ്ധീകരണമായിട്ടുള്ള കേസരി ആഴ്ച പതിപ്പിൻ്റെ ഉള്ളടക്കവും വ്യത്യസ്തമല്ല. RSS പ്രസിദ്ധീകരണമായ ഓർഗനൈസറിൽ സമീപ നാളുകളിൽ പോലും കടുത്ത ക്രൈസ്തവ വിദ്വേഷം ഉൾക്കൊള്ളുന്ന ലേഖനം പ്രസിദ്ധീകരിക്കപ്പെടുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇത് ആരെയും കുറ്റപ്പെടുത്തുന്നില്ല എങ്ങനെയാണ് മനുവിന് മനസ്സിലായത്? എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നത് എങ്ങനെയാണ് അഡ്വക്കേറ്റ് മനുവിന് മനസ്സിലായത്? ഈ മലയാള ഭാഷ വായിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവില്ല. പിന്നെ ഷാബു പ്രസാദിനെ സംബന്ധിച്ച്, ഷാബു പ്രസാദ് ഒറ്റ നിലക്ക് മാത്രം നോക്കുന്ന ആളാണ്. ഇവിടെ അന്യമത ഇവിടെ മതവിശ്വാസികളുടെ വിശ്വാസ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണമെങ്കിൽ രക്തസാക്ഷികളെ പോലും നൽകാൻ ഉള്ള പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇപ്പോൾ തലശ്ശേരിയിൽ അറിയാലോ, അവിടെ ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് UK കുമാരൻ കൊല്ലപ്പെട്ടത് എങ്ങനെയാണ്? കൊല്ലപ്പെട്ടത് അവിടെ മുസ്ലിം പള്ളിക്ക് RSSകാർ ആക്രമിക്കുമ്പോൾ കാവൽ നിന്നതിനാണ്. അതുകൊണ്ട് വിശ്വാസികളുടെ വിശ്വാസ സ്വാതന്ത്ര്യം സംരക്ഷിക്കുക കമ്മ്യൂണിസ്റ്റുകാരുടെ ചുമതലയായിട്ട് പരിഗണിക്കുന്നവരാണ് ഞങ്ങൾ. അത് അദ്ദേഹത്തിന് മനസ്സിലാവില്ല. കാരണം അദ്ദേഹം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടി രാജ്യം ഇപ്പോൾ മദർ തെരേസയെ അപമാനിക്കാൻ വേണ്ടിയിട്ട് BJPക്കാർ മുന്നോട്ടേക്ക് വന്നല്ലോ. ലോകമാകെ അവർ ക്രിസ്ത്യാനികളെന്നുള്ള ശരി, പക്ഷെ ലോകമാകെ ആദരിക്കുന്ന ഒരു മഹതിയല്ലേ മദർ തെരേസ. അവരെ ആക്രമിക്കാനും അവരെ കുറ്റപ്പെടുത്താനും വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് വന്നല്ലോ ഇവർ. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇത് ആദ്യത്തെ ക്രിസ്മസ് അല്ലല്ലോ. നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷം 9 ക്രിസ്മസ് ഉണ്ടായല്ലോ. എന്തേ അപ്പോഴൊന്നും ഈ വിരുന്നിന് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തോന്നിയില്ല? എല്ലാവരോടുമുള്ള നിലപാടുകളാണ് ഇത് എന്ന് പറയുന്നതിനോട് യാതൊരു അർത്ഥവുമില്ല. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു നരേന്ദ്രമോദി പ്രതിഷ്ഠ നടത്തുന്നു, പ്രതിഷ്ഠ നടത്തുന്നത് അന്യായമാണ് എന്ന് വിശ്വാസികൾ പറയുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, അമ്പലത്തിൽ പോകുന്നതും പ്രതിഷ്ഠ നടത്തുന്നതും ഒരേപോലെയാണോ? ഹിന്ദു ധർമ്മം അനുസരിച്ച് ആരാ പ്രതിഷ്ഠ നടത്തേണ്ടത്? അതിന് വ്യവസ്ഥകളില്ലേ? അത് എപ്പോഴാണ് ചെയ്യേണ്ടത്? അതനുസരിച്ചാണോ നരേന്ദ്രമോദി ചെയ്യുന്നത്? നരേന്ദ്രമോദിക്ക് ആവശ്യം ശിവനെ ഉപയോഗിച്ച് തന്നെ മേലെ പ്രതിഷ്ഠിക്കലാണ്. ശിവനേക്കാൾ മേലെ നരേന്ദ്രമോദിയാണ്. ഇപ്പോൾ രാജ്യത്താകെ നരേന്ദ്രമോദിയാണല്ലോ ആരാധിക്കുന്നത്, അല്ലാതെ ഈ പറയുന്ന പോലെ ശ്രീരാമനൊന്നും അല്ലല്ലോ. അപ്പോൾ ശ്രീരാമൻ്റെയും ശിവൻ്റെയും എല്ലാം മേലെ തന്നെ പ്രതിഷ്ഠിക്കുക, ഇതാണ് നരേന്ദ്രമോദിയുടെ ലക്ഷ്യം. അതിനാണ് BJPക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം. അതുകൊണ്ട് വിശ്വാസികളുടെ വിശ്വാസ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ഏത് അറ്റം വരെ പോകാനും കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് ഞങ്ങൾ സന്നദ്ധമാണ്. ഞങ്ങൾക്ക് വിശ്വാസമുണ്ടോ വിശ്വാസമില്ല എന്നുള്ള പ്രശ്നമല്ല. അതുകൊണ്ട് ഞങ്ങളുടെ മന്ത്രി ഈ വിശ്വാസികളുടെ കേന്ദ്രത്തിൽ പോകും, അതുപോലെ അമ്പലങ്ങളിൽ പോകും. അവിടെയെല്ലാം കാര്യം കൃത്യമായി നടക്കുന്നതെന്ന് നോക്കേണ്ടത് ദേവസ്വം മന്ത്രിയുടെ ചുമതലയാണ്. നിങ്ങളെപ്പോലെ അമ്പലം പൊളിക്കാനല്ല പോകുന്നത്. നിങ്ങളിപ്പോൾ ബാബരി പള്ളി പൊളിച്ചു, ഇനി മധുരയിലെ പള്ളി നിങ്ങൾക്ക് പൊളിക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ ഏതാണ്ട് 1000-ഓളം പള്ളികൾ പൊളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് BJP. നിങ്ങൾക്ക് മതസഹിഷ്ണുതയെ സംബന്ധിച്ചൊന്നും പറയാൻ ഒരവകാശമില്ല. ക്രിസ്ത്യാനികളെയും ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചൊന്നും സംസാരിക്കാൻ ഒരവകാശമില്ല. നിങ്ങൾ അവരുടെ വേട്ടക്കാരാണ്, അവരെ നശിപ്പിക്കുകയാണ് നിങ്ങളുടെ ലക്ഷ്യം. അത് കൃത്യമായിട്ട് ഈ പറയുന്ന ലേഖനത്തിനകത്ത്, ഇപ്പോൾ ലേഖനത്തിന് ഹെഡിങ് എന്താ? തല്ലും തലോടലും ഒരുമിച്ച് പോകില്ല. ആരാ ചെയ്യുന്നത്? ഒരു ഭാഗത്ത് BJPക്കാർ ക്രിസ്ത്യാനികളെ കൊല്ലുന്നു, ദേവാലയങ്ങൾ ആക്രമിക്കുന്നു, ഗുജറാത്തിൽ കൂട്ടക്കശാപ്പ് നടത്തുന്നു, എന്നിട്ട്
നരേന്ദ്രമോദി അവരെ വിരുന്നിന് ക്ഷണിക്കുന്നു, സുരേന്ദ്രൻ അരമനകളിൽ പോയിട്ട് അവരെ കാണുന്നു, അവരെ തലോടുന്നു, അവർ പാമ്പ്ളാരിയെ കാണുന്നു. ഇതാണ് പറ്റില്ല എന്ന് ഇപ്പോൾ KCBC പറഞ്ഞത്. അത് കണ്ടില്ലെന്ന് അഡ്വക്കേറ്റ് വിചാരിക്കുന്നത് അതൊരു ശരിയായ കാര്യം. മലയാളം വായിക്കുന്ന എല്ലാവർക്കും എന്താണ് ലേഖനത്തിന് ഉദ്ദേശം എന്ന് കൃത്യമായിട്ട് അറിയാം. അഡ്വക്കേറ്റ് മനുജെ വാരാപ്പള്ളിക്ക് എന്തുകൊണ്ട് മനസ്സിലാവാത്തുള്ളത് അദ്ദേഹം പറയേണ്ട കാര്യമാണ്. ഇവിടെ രാജ്യത്ത് നടക്കുന്ന ഈ ക്രിസ്തീയ മുസ്ലിം വേട്ട അത് ലോകമാകെ മനസ്സിലാക്കുന്നു, ലോകമാകെ അപലപിക്കുന്നു. ഇന്ത്യയെ ആ നിലക്ക് അപമാനകരമായൊരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളത് ലോകമാകെ കാണുക. മനസ്സിലാക്കാത്ത ഒരൊറ്റ ശക്തി RSS സംഘപരിവാര ശക്തികളാണ്. കാരണം അവർ അത് ചെയ്യുന്നവരാണ്, അതിനുവേണ്ടി നിലകൊള്ളുന്നവരാണ്. അത് മനസ്സിലാക്കാൻ ന്യൂനപക്ഷങ്ങൾ മുന്നോട്ടേക്ക് വന്നിരിക്കുന്നു. തങ്ങളോട് കാണിക്കുന്ന അന്യായത്തെ തിരിച്ചറിയാൻ ന്യൂനപക്ഷങ്ങൾ മുന്നോട്ടേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായ ലക്ഷണമാണ് KCBCയുടെ ഇന്നത്തെ ഈ ലേഖനം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് ദുർവ്യാഖ്യാനം ചെയ്ത് ക്രിസ്ത്യാനികൾക്ക് ഇത് എല്ലാ പാർട്ടികൾക്കും എതിരെയാണ്. അങ്ങനെ എങ്ങനെ പറയാൻ വേണ്ടി കഴിയുക? ഇവിടെ പള്ളി പൊളിച്ചപ്പോൾ ഞങ്ങളുടെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി ഓഫീസ് ആരാധന കമ്മിറ്റി വിട്ടുകൊടുത്തൊരു പാർട്ടിയാണ് CPM. ഞങ്ങൾ എവിടെയും ക്രിസ്ത്യാനികളെ ആക്രമിക്കാനോ ക്രിസ്ത്യാനി പള്ളി പൊളിക്കാനോ പോകുന്നില്ല. ന്യൂനപക്ഷങ്ങളെ മാത്രമല്ല, ഒരു ഹിന്ദു അമ്പലം ആക്രമിക്കാനും ഞങ്ങൾ പോകില്ല. ഞങ്ങൾ കാര്യത്തിലെ വ്യക്തമായ നിലപാടുണ്ട്. അതുകൊണ്ട് എല്ലാവരും വിശ്വാസികൾ ആക്രമിക്കുന്നവരാണ്. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. അത് അഡ്വക്കേറ്റ് മനു ഒരു കാരണവശാലും പറയാൻ പാടില്ലാത്തതാണ്. എല്ലാവർക്കും എതിരെയുള്ള ഒരു താക്കീതാണിത്. അങ്ങനെ എങ്ങനെയാ എല്ലാവർക്കും എതിരെ ഒരു താക്കീത് വരിക? അപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ സത്യസന്ധമായിട്ട് പരിശോധിക്കാനും കാണാനും നിങ്ങൾ തയ്യാറാവണം. ഞങ്ങൾ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ ജീവൻ കൊടുക്കാൻ പോലും സന്നദ്ധമായിട്ടുള്ള ഉപസ്ഥാനമാണ്. അത് തുടരുകയും ചെയ്യും. അനുഭവങ്ങൾ എന്തായാലും അതാണ് ഞങ്ങൾക്ക് അക്കാര്യത്തിലുള്ള നിലപാട്. അഡ്വക്കേറ്റ് മനു, താങ്കളുടെ നിലപാട് ഒരു തരത്തിലൊരു തെറ്റിദ്ധാരണയ്ക്ക് വഴിവെച്ചിട്ടുണ്ട് എന്നത് വളരെ കൃത്യമാണ്. കാരണം ഈ KCBCയുടെ ലേഖനം അടിസ്ഥാനമാക്കിയാണല്ലോ നമ്മൾ ഈ ചർച്ച പോലും സംഘടിപ്പിച്ചത്. അതിൽ വളരെ കൃത്യമായി ആരെയാണ് ഈ ലേഖനം ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് വളരെ കൃത്യമായി അറിയാം. ഓരോ വാക്കിലും സംഘപരിവാറിനെയും BJPയെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനത്തിൽ വിമർശനം ഉയരുന്നത്. പക്ഷേ ഇത് എല്ലാവർക്കുമുള്ള താക്കീതാണ് എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് കാര്യങ്ങൾ ശരിയാകുക? അത് ഇവിടെ കേട്ടിരുന്ന 3 പേരും അവരവരുടെ രാഷ്ട്രീയത്തിനനുസരിച്ച് ഇതിനെ വിലയിരുത്തിയതിൻ്റെ കുഴപ്പമാണ്. ഞാൻ പറഞ്ഞിരുന്നു, ഇത് തലോടിക്കൊണ്ട് തല്ലുന്നത് അത് ആരാണേലും എതിർക്കും. അത് ഞങ്ങളുടെ ആർജവത്വത്തിന്റെ ഭാഗമാണ്. ഇത് BJPക്കെതിരെയുള്ള എഴുത്താണെങ്കിൽ ആ എഴുത്ത് മറ്റുള്ളവരോടൊപ്പമാണ്. BJPക്കെതിരെയുള്ള എഴുത്താണെങ്കിൽ എന്ന് പറയുമ്പോൾ ഇത് BJPക്കെതിരെയുള്ള എഴുത്തല്ല എന്നാണോ താങ്കൾ വിശ്വസിക്കുന്നത്? ഇപ്പോൾ തീർച്ചയായും തല്ലുന്നതും തലോടുന്നതും ആരാണ്? ആണെങ്കിൽ എന്നാണ് പറഞ്ഞത്, അല്ലെന്നല്ലോ പറഞ്ഞത്, ആണെങ്കിൽ എന്നാണ്. അതാണ് പറഞ്ഞത്. നിങ്ങൾ രാഷ്ട്രീയം അനുസരിച്ചാണ്. ഞാൻ അത് ഓരോരുത്തർക്കുമുള്ള ഉത്തരം തന്നെ ഞാൻ പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ രാഷ്ട്രീയം അനുസരിച്ചാണ് ഇതിനെ വിലയിരുത്തുക. ഞങ്ങൾ ഇതിനെയല്ല വിലയിരുത്തുന്നത്. ഞങ്ങളിതിനെ ഇതിന്റെ നിയമപരമായിട്ടും ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ് ഇതിനെ വിലയിരുത്തുക. ഇനി ഈ പറഞ്ഞ ഷാബു പ്രസാദ് പറഞ്ഞ അദ്ദേഹം പറഞ്ഞ വാക്കിനോട് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പോലും ഇതിൻ്റെ അകത്ത് ഉത്കണ്ഠയില്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. എനിക്ക് ഉത്കണ്ഠയില്ല എന്നോ ഈ ലേഖനത്തിൽ BJPയുടെ ഈ കാര്യങ്ങളിൽ ഉത്കണ്ഠയില്ല എന്നോ അല്ല പറഞ്ഞത്. തീർച്ചയായിട്ടും ഉത്കണ്ഠയുണ്ട്. അതുകൊണ്ടാണല്ലോ എഴുതിയത്. അതുകൊണ്ടാണല്ലോ നാളെ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൂടെ പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് എഴുതിയത്. ഈ കേരളത്തിൽ ഇന്ത്യയിലെ നിയമങ്ങളെ വളച്ചൊടിക്കുന്നതിനെ തീർച്ചയായിട്ടും എതിർത്തിട്ടുണ്ട്. ബാലാവകാശ കമ്മീഷൻ അത് ഉപയോഗിച്ചുകൊണ്ട് ഒരുപക്ഷെ ഞാൻ ഓർക്കുന്നു, ക്രൈസ്തവ സമൂഹത്തിന്റെ സേവന മേഖലകളെ ഭയക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടികളുമില്ല. എന്തിനാന്ന് എനിക്കറിയത്തില്ല. സമൂഹത്തിൽ ധാർമ്മികത പകർന്നു കൊടുക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ സേവന മേഖലകളെ, അത് വിദ്യാഭ്യാസമായാലും അത് ഇങ്ങനെയുള്ള ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള സേവനങ്ങളായാലും ആതുര സേവനമാണെങ്കിലും അതിനെ ഭയപ്പെട്ടുകൊണ്ട് അതിനെതിരെ നിയമപരമായ ചില കാര്യങ്ങൾ എടുക്കുന്നു. മതപരിവർത്തനത്തിന്റെ പേരിൽ വരുന്നു. ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം പറഞ്ഞിട്ടുണ്ട്, മണിപ്പൂരിൽ ഒരു ഗോത്ര കലാപത്തെ വളരെ വിദഗ്ധമായിട്ട് എങ്ങനെ വർഗീയമായി ഉപയോഗിച്ചു എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉത്കണ്ഠയില്ല എന്ന ഒരു കാര്യം ഈ ലേഖനത്തിലില്ല. പക്ഷേ ഇങ്ങനെ ലേഖനം എഴുതുമ്പോഴും അതൊരു മറ്റൊരു പാർട്ടിക്ക് അനുകൂലമാണെന്ന് കരുതണ്ട എന്നാണ് പറഞ്ഞിരിക്കുക. അതോടൊപ്പം തന്നെ ജയേന്ദ്രൻ സാറ് പറഞ്ഞ ഒരു കാര്യത്തോടും കൂടി വിയോജിപ്പ്, വളരെ ശക്തമായ വിയോജിപ്പ് അദ്ദേഹം പറഞ്ഞു പോയപ്പോൾ അറിയാതെ പറഞ്ഞു പോയതായിരിക്കും. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, 83% വരുന്ന ഇന്ത്യയിലെ ഹൈന്ദവ സമൂഹം, 73% വരുന്ന ഇന്ത്യയിലെ ഹൈന്ദവ സമൂഹം മുഴുവൻ 2% വരുന്ന ക്രൈസ്തവ സമൂഹത്തെ മതപരിവർത്തകരായിട്ടാണ് കാണുന്നതെന്ന്. ക്രൈസ്തവർ ഒരിക്കലും ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. ക്രൈസ്തവ സഭ
ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളെ അങ്ങനെ കാണുവാൻ ഞങ്ങൾ പഠിച്ചിട്ടില്ല, അങ്ങനെ പഠിക്കുകയുമില്ല. അത് ഹൈന്ദവ സമൂഹമാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും ശരി, മുസ്ലിം സഹോദരങ്ങളാണെങ്കിലും ശരി, അവർ ഞങ്ങളെ ആരും മോശക്കാരാണ് കാണുന്ന ഒരു കാഴ്ചപ്പാട് ഞങ്ങൾക്കില്ല. പക്ഷേ എല്ലാ മതത്തിലും മതമൗലികവാദികളുണ്ട്. ആ മതമൗലികവാദത്തെ പിന്തുണയ്ക്കുന്നവർ ഇതിനെ എതിർക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ഒരു ചർച്ചയിൽ പോലും വർഗീയതയെ ബേസ് ചെയ്ത് ഈ ചർച്ചയ്ക്കിടയിൽ പോലും വർഗീയമായി ചേരിതിരിക്കുവാൻ നടത്തുന്ന ശ്രമങ്ങളെ ഭയത്തോടു കൂടിയാണ് കത്തോലിക്ക കോൺഗ്രസ് കാണുന്നത്. ഇതാണ് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുവാനായിട്ട് ആഗ്രഹിക്കുക. ഞങ്ങൾ ഇത് BJP പറ്റി പറയുമ്പോഴും തല്ലുകയും തലോടുകയും ചെയ്യുന്നവരെ, അതായത് തലോടിക്കൊണ്ട് തല്ലുന്നവരെ ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അത് ഇവിടെ കൃത്യമായിട്ട് BJPയുടെ കാര്യങ്ങളാണ് ഈ ലേഖനത്തിൽ പറയുന്നുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതിൽ നിന്ന് വിമുക്തരല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. നിങ്ങളുടെ സ്നേഹം വോട്ടിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. നിങ്ങൾ ആത്മാർത്ഥമായ സ്നേഹമില്ല എന്ന് തിരിച്ചറിയുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഓരോരുത്തരും ആ പ്രവർത്തനങ്ങൾ ഇത് കാണിക്കണമായിരുന്നു. അത് നടക്കുന്നില്ല. അത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ BJPക്ക് അനുകൂലമാണെന്ന് പറഞ്ഞാൽ അതുമല്ല. അതാണ് തിരിച്ചറിഞ്ഞ് ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് ഈ അടുത്ത കാലത്ത് പ്രഖ്യാപിച്ചൊരു നയമുണ്ട്. ആരോടും സ്നേഹമില്ല, ആരോടും ഈർപ്പമില്ല. ആ അവസ്ഥയിലേക്ക് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാർ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാണ്. പ്രധാനമന്ത്രി വിരുന്നിന് വിളിക്കുന്നു, ഈ തല്ല് തരുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി വിരുന്നിന് വിളിക്കുന്നു, കേരളത്തിൽ വിവിധ പ്രശ്നങ്ങളാണ്. മറ്റൊരു പാർട്ടി പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അതാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് മനു പറഞ്ഞു വെക്കുന്നത്. അവിടെ പ്രധാനമന്ത്രി വിരുന്നിന് വിളിക്കുന്നു, തല്ലുന്നു. ഇവിടെ പിണറായി വിജയൻ വിളിക്കുന്നു, അതേ രീതിയിൽ തന്നെ മനു സംസാരിക്കുകയാണ്. ഇവിടെ ക്രൈസ്തവർക്കെതിരെ എന്ത് നിലപാടാണ് ഇവിടെ LDF അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈക്കൊണ്ടിട്ടുള്ളത്? ഇതിൽ എന്താണ് മനുവിൻ്റെ രാഷ്ട്രീയം എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും അദ്ദേഹത്തിന് സ്വന്തമായ രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന ഈ സംഭവങ്ങളെ ഈ നിലക്ക് ഒരാൾക്കും പറയാൻ കഴിയില്ല. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് എന്ത് ചെയ്യുന്നുവെന്നാണ് എന്ത് കാര്യത്തെ സംബന്ധിച്ചാൽ പറയാൻ വേണ്ടി കഴിയുക? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഈ പറയുന്ന ക്രിസ്തീയ മതമേലധ്യക്ഷന്മാർ വിദ്യാഭ്യാസ രംഗത്തും ആതുര സേവന രംഗത്തും നിർവഹിച്ചിട്ടുള്ള മഹത്തായ പങ്കിനെ പരസ്യമായിട്ട് അഭിനന്ദിച്ച പാർട്ടിയെ CPIM. ഞങ്ങൾ അക്കാര്യം കാണുന്നുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി തന്നെ പ്രസംഗിക്കുന്ന സമയത്ത് അക്കാര്യം എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരാണ്, BJPക്കാരെ പോലെയാണ് CPMൻ്റെ ആളുകൾ, കോൺഗ്രസിൻ്റെ ആളുകൾ എന്ന് പറയാൻ എങ്ങനെയാണ് മനുവിന് നാക്കുപൊങ്ങുന്നത്? എന്ത് സംഭവത്തിന്? ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ ഈ കഴിഞ്ഞ കൊല്ലം മാത്രം 687 ആക്രമണം നടന്നു. നിരവധി ക്രിസ്തീയ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടു, കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടു. നേരത്തെ നമുക്ക് ഓർമ്മയുണ്ട്, ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന പുരോഹിതനെ 2 മക്കളുടെ കൂടെ ചുട്ടുകൊന്നു RSSകാർ. നമ്മൾ കാണുന്ന കാര്യമാണ്. നിങ്ങൾ ക്രിസ്മസിന്റെ സമയം നടന്നിരിക്കുന്ന ഒട്ടനവധി ദേവാലയങ്ങളുടെ ആക്രമണങ്ങൾ നടത്തിയത് BJPക്കാരാണ്. അപ്പോൾ നിങ്ങൾ CPMന് അനുകൂലമാണ് എന്നൊന്നും പറയണ്ട, അതൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ആരാണ് ക്രിസ്തീയ ജനങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണം നടന്നത് അത് പറയണ്ടേ? അത് മനുവിനെന്താ പറയാൻ മടി? ലേഖനത്തിൽ കൃത്യമായിട്ട് പറയുന്നു BJP ആണെല്ലാം ചെയ്യുന്നത്. പക്ഷേ മനുവിനത് പറയാനേ കഴിയുന്നില്ല. BJPക്കെതിരായിട്ട് ആണ് ഈ കാര്യങ്ങളെന്ന് പറയാൻ എന്ന് പറഞ്ഞതിന് കഴിയാത്തത് അദ്ദേഹം പരിശോധിക്കേണ്ടത്. BJPക്കെതിരെ പേരെടുത്ത് ലേഖനത്തിൽ 8 സ്ഥലത്തെങ്കിലും BJPയെ വിമർശിക്കുന്നു, മറ്റൊരു പാർട്ടിയെ വിമർശിക്കുന്നില്ല. പക്ഷേ അഡ്വക്കേറ്റ് മനു പറയുമ്പോൾ അദ്ദേഹത്തിന് BJPയെ സംബന്ധിച്ച് പറയാനില്ല. എല്ലാ പാർട്ടികളെയും അങ്ങനെ പറയുന്നതിനാ? എല്ലാ രാഷ്ട്രീയ പാർട്ടിയും BJP പോലാണെന്നാണോ മനുവിൻ്റെ അഭിപ്രായം? അങ്ങനെയാണെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ലേഖനം എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത് ജനങ്ങളുടെ തന്നെയാണ്, അല്ലാതെ അത് വേറെ അകന്നിക്കുന്നൊന്നുമല്ല. ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികളിൽ എല്ലാ മതക്കാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. അതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ ആകെ അട്ടിപ്പേർ അവകാശം ഏതെങ്കിലും ഒരു പ്രത്യേക ശക്തിക്ക്, ഹിന്ദുക്കളുടെ ആകെ അട്ടിപ്പേർ അവകാശം അങ്ങനെയൊന്നുമില്ല. എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾ എല്ലാ പാർട്ടികളിലുണ്ട്. അവിടെ മതത്തിനെ തങ്ങളുടെ മാത്രം ഒരു കാര്യമാണ് എന്നുള്ളതിൽ കെടുക്കണ്ട. മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തമായ നിലപാട് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഉറപ്പിച്ച് പറയും, ഒരു ന്യൂനപക്ഷ വിരോധ നടപടിയും ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല, ഉണ്ടാവുന്ന പ്രശ്നമില്ല. ന്യൂനപക്ഷ വേട്ട രാജ്യത്ത് നടക്കുമ്പോൾ ഞങ്ങൾ അവരെ സംരക്ഷിക്കാൻ നിൽക്കുന്നതാണ്. ഞാൻ എന്താ പറഞ്ഞല്ലോ, ക്രിസ്ത്യാനികളുടെയും അതുപോലെ മുസ്ലിങ്ങളുടെയും പള്ളികൾ ആക്രമിക്കപ്പെടുമ്പോൾ അതിനെതിരായിട്ട് നിലകൊണ്ട പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. ഇവിടെ ബാബരി മസ്ജിദ് പൊളിക്കുമ്പോൾ ഞങ്ങൾ അതിനെ ഏറ്റവും ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ പള്ളി പൊളിച്ച സ്ഥാനത്ത് അമ്പലം പണിയുമ്പോൾ അതിൽ പങ്കെടുക്കില്ല നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാ? അത് ഇവിടെ മുസ്ലിമിൻ്റെ പള്ളി പൊളിച്ചുണ്ടാക്കിയൊരു അമ്പലമാണ്. അതിൽ വർഗീയമായിട്ട് ഉപയോഗിക്കുകയാണ് ഇവിടെ നരേന്ദ്രമോദി ഗവൺമെൻറ് BJPയും. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട്
എല്ലാവരെയും ഒരേ നിലക്ക് കാണുന്ന ഒരു നിലപാടാണ് ഈ ലേഖനത്തിൽ പറയുന്നതെന്ന് സാമാന്യത്തിൽ ലേഖനം വായിക്കുന്ന ആർക്കും തന്നെ മനസ്സിലാക്കാൻ കഴിയില്ല. മനുവാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത്. കാരണം സംഘപരിവാറും കേന്ദ്രവും മാസ്റ്റർ, ഞാൻ തിരികെ എത്താം. അഡ്വക്കേറ്റ് മനുവാണ് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത്. കാരണം KCBC-യുമായി ബന്ധപ്പെട്ട ഒരു പ്രതിനിധിയാണ്, KCBC ഭാരവാഹികളുമായി ബന്ധപ്പെട്ടാണ് അഡ്വക്കേറ്റ് മനുവിനെ ഈ ചർച്ചയിലേക്ക് കൈരളി ന്യൂസ് വിളിക്കുന്നത്. പക്ഷേ മനു ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇത് BJP-ക്കെതിരെ മാത്രമല്ല, ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമുള്ള താക്കീതാണ് എന്നൊക്കെ പറയുന്നത് അങ്ങയുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. പക്ഷേ KCBC അയച്ച ഒരു പ്രതിനിധി എന്ന നിലയിൽ പറയുമ്പോൾ ഈ ലേഖനത്തെ മുൻനിർത്തിയല്ലേ സംസാരിക്കേണ്ടത്? താങ്കളുടെ വ്യക്തിപരമായ അഭിപ്രായം മറ്റൊന്നായിരിക്കാം ഒരുപക്ഷെ, പക്ഷേ KCBC-യുടെ പ്രതിനിധിയായാണ് അങ്ങ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് വന്നിരിക്കുക. KCBC-യുടെ അല്ല, കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ വന്നിരിക്കുക. തീർച്ചയായിട്ടും KCBC-യുടെ ലേഖനത്തെ പറ്റിയാണ് ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുക. KCBC-യുടെ ഈ ലേഖനത്തിൽ വളരെ കൃത്യമായ രീതിയിൽ തന്നെ BJP തലോടിക്കൊണ്ട് നടത്തുന്ന തല്ലിനെ പറ്റി പറഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുക. അതിന് യാതൊരു സംശയവും വേണ്ട. എന്താണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്നാ പറഞ്ഞത്, ഇവിടുത്തെ നിയമങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട്, ബാലാവകാശ കമ്മീഷൻ ഉപയോഗിച്ചുകൊണ്ട് ക്രൈസ്തവ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കുവാനായിട്ട് ശ്രമിക്കുന്നു. മതപരിവർത്തനത്തിന്റെ പേരിൽ കള്ളക്കേസ് എടുക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ഗോത്രവർഗ കലാപം മാത്രമായിരുന്ന മണിപ്പൂരിന്റെ ഇടയ്ക്കൂടെ കയറി അതിനെ വർഗീയവൽക്കരിച്ച് വർഗീയമായിട്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഈ തലോടലിനെതിരെ ഈ കാര്യങ്ങളെല്ലാം BJP ചെയ്തു എന്ന് തന്നെയാണ് ഈ ലേഖനത്തിൽ എഴുതിയെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അങ്ങനെ എഴുതുമ്പോൾ അത് ആ പ്രസ്ഥാനത്തോടുള്ള എതിർപ്പാണെന്നോ അല്ലെങ്കിൽ മറ്റൊരു പ്രസ്ഥാനത്തോടുള്ള സ്നേഹമാണെന്നോ നിങ്ങൾ കരുതേണ്ടതില്ല എന്നാ പറയുക. കാര്യം വെച്ചാൽ സഭയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് സഭാ മക്കളുടെ രാഷ്ട്രീയമാണ്, അത് നന്മയുടെ രാഷ്ട്രീയമാണ്. നല്ലതിനെ നല്ലതെന്ന് പറയും, ചീത്തതിനെ ചീത്തയെന്ന് പറയും. കത്തോലിക്ക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഇതേ നയം തന്നെയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേക സ്നേഹമില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേക എതിർപ്പില്ല. ഇവിടെ വന്നിരുന്നുകൊണ്ട് ഇത് BJP മോശമാണെന്നോ CPM മോശമാണെന്നോ കോൺഗ്രസ് മോശമാണെന്നോ ഇവയൊക്കെ നല്ലതാണെന്നോ പറയണമെന്നോ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ നിലപാട് ഈ ദീപികയിലോട് പറഞ്ഞിട്ട് ഞാനും ഇവിടെ പറഞ്ഞു, ഈ BJP സ്നേഹത്തിന്റെ കാര്യത്തിൽ ഈ കാണിച്ചുകൊണ്ട് ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അതേ അവസ്ഥകൾ മറ്റു രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഈ അരക്ഷിതാവസ്ഥ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇല്ലെന്ന് എങ്ങനെ പറയുവാനായിട്ട് സാധിക്കും? ഇല്ലെന്ന് നിങ്ങൾ കാണിക്കട്ടെ. കേരളത്തിലെ കഴിഞ്ഞ കാലങ്ങളിലെ അവസ്ഥകൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ ഇവിടുത്തെ ഭരണ സംവിധാനത്തിന് കഴിയുന്നുണ്ടോ? ഇവിടുത്തെ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് പറയണം. കേരളത്തിലെ ഈ സർക്കാർ, ഈ LDF സർക്കാർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തോട് എന്ത് ചെയ്തു അത് നിങ്ങൾ പറയൂ. ഇത്തരത്തിൽ നിങ്ങൾ ഒരു കാടടച്ച ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്, BJP-യെ കുറ്റം പറയുന്നുണ്ട്, ഒപ്പം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, CPM-നെയും അതുപോലെ LDF സർക്കാരിനെയും കൂടി ആ ഒരു സർക്കിളിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമം നടത്തുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കണം. അത് വ്യക്തമാക്കിയാൽ മാത്രമല്ലേ ഈ ചർച്ചയിൽ ഒരു പുരോഗതി ഉണ്ടാവുകയുള്ളൂ. വളരെ കൃത്യമായിട്ട് പറയാം, വളരെ കൃത്യമായിട്ട് പറയാം. ഹാഗിയ സോഫിയ വിഷയത്തില് കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടികൾ BJP രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചു എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ പറയുന്നു. കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടികൾ വ്യക്തമായ ഒരു നിലപാടെടുത്തു? ആരും എടുത്തില്ല. ഈ കഴിഞ്ഞ കൊല്ലം പുൽക്കൂടുകൾ തകർത്തു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടി അതിനു വേണ്ടിയിട്ട് നയമെടുത്തു? ആരും എടുത്തില്ല, ആരും പറയുവാനായിട്ട് ഉണ്ടായിരുന്നില്ല. ഇനി ഇതൊക്കെ പോട്ടെ, ക്രൈസ്തവ സമൂഹം നിൽക്കുന്ന കേരളത്തിന്റെ വന്യജീവി പ്രശ്നങ്ങൾ, ഈ ക്രൈസ്തവം ഏറ്റവും നിൽക്കുന്ന ഇതിൽ ഏത് രാഷ്ട്രീയ പാർട്ടി നിലപാടെടുത്തു? ആരും വളരെ പൊളിറ്റിക്കലായി ഒരു ആരോപണമാണ് സർക്കാരിനെതിരെയും CPM-നെതിരെയും അഡ്വക്കേറ്റ് മനു ഉന്നയിക്കുന്നത്. താങ്കൾക്ക് പ്രതികരിക്കാം. CPIM ആണ് ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടത്, താങ്കൾക്ക് പ്രതികരിക്കാം. ഇതില് ഈ കേരളത്തിൽ നടന്നിരിക്കുന്ന ക്രിസ്തീയ ഞങ്ങളെന്തോ അന്യായം ചെയ്തു അദ്ദേഹം പറയുന്നില്ല. CPM എന്ത് അന്യായമാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് എന്ത് അന്യായമാണ് ക്രിസ്ത്യാനികളോട് കാണിച്ചത്? ഞാൻ വ്യക്തമായിട്ട് ചോദിച്ചത്. അദ്ദേഹം പറയുന്നത് പുൽക്കൂട് തകർത്തപ്പോൾ നിലപാട് സ്വീകരിച്ചിരുന്നതാണ്. പുൽക്കൂട് തകർത്തപ്പോൾ ശക്തമായിട്ട് എതിരായിട്ട് രംഗത്ത് വന്നതാണ് CPM. അത് ഞങ്ങൾ പൊതുയോഗങ്ങൾ ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട് നടത്തി. അതുപോലെ ഗവൺമെന്റ് ശക്തമായ നടപടികൾ സ്വീകരിച്ചല്ലോ. കേസെടുക്കുകയും ആളുകൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുകയുണ്ടായി. പിന്നെ ഈ
ക്രിസ്ത്യാനികളുടെ പ്രശ്നമാണ് വന്യജീവി പ്രശ്നം, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. വന്യജീവി പ്രശ്നം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് കേരളത്തിലെ എല്ലാ കൃഷിക്കാരുടെയും പ്രശ്നമാണ്. അവിടെ താമസിക്കുന്ന അത് ക്രിസ്ത്യാനിക്ക് മാത്രമുള്ള വിഷയമാണോ? അല്ല. ഇപ്പൊ റബ്ബറിന് വിലയില്ല, അത് ക്രിസ്ത്യാനിയുടെ മാത്രം പ്രശ്നമാണോ? അല്ല, അത് മുഴുവൻ കൃഷിക്കാരൻ്റെ പ്രശ്നമാണ്. അത്തരം വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് ഇപ്പോൾ ഇവിടെ നേരത്തെ സുപ്രീം കോടതി ഒരു വിധി വന്നു. നമ്മുടെ ഈ ഗവൺമെൻറ് പ്രഖ്യാപിച്ച വന്യജീവി സങ്കേതങ്ങൾക്ക് എതിരായിട്ട് 10 കിലോമീറ്റർ ചുറ്റളവിൽ ഒന്നും പാടില്ല. അതിനെതിരെ നിലപാട് സ്വീകരിച്ച ആരാ? കേരളത്തിലെ ഗവൺമെൻറ്റാണ്. കേരളത്തിലെ ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ പോയി കേസ് ഫയൽ ചെയ്ത് ഇവിടെ ആ വിഷയത്തിൽ കൃഷിക്കാർക്ക് അനുകൂലമായ തീരുമാനമുണ്ടാക്കി. അത് ക്രിസ്ത്യാനികളുടെ മാത്രം വിഷയമല്ല, പക്ഷേ ക്രിസ്ത്യാനികൾക്കായിരിക്കും ഭൂരിപക്ഷം ബാധിക്കുന്നുണ്ടാവുക. നിലപാട് സ്വീകരിച്ചല്ലേ ഈ ഗവൺമെൻറ്. വന്യജീവിയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഞാൻ പറയാം. വന്യജീവി സംരക്ഷണ നിയമത്തിനകത്ത് മാറ്റം വരണം. അത് മാറ്റം വരുത്തുന്നത് ആരാ? കേന്ദ്ര ഗവൺമെൻറ്റാണ്. എന്താ പറയുക? ഇതിലിപ്പോൾ റബ്ബറിൻ്റെ സമരം നടന്നു. ഇവിടെ കത്തോലിക്ക സഭ പങ്കെടുത്തുകൊണ്ടാണല്ലോ സമരം നടന്നത്. റബ്ബറിന് വിലയിടുന്നതിൻ്റെ മുഖ്യ കാരണം കേന്ദ്ര ഗവൺമെൻറ് അല്ലേ? ആസിയാൻ കരാറില്ലേ ഇവിടെ റബ്ബറിന് വിലയിടിക്കാൻ പ്രധാന കാരണം? പക്ഷേ എന്താ ഈ കത്തോലിക്ക സഭ നടത്തിയിരിക്കുന്ന സമരത്തിനകത്ത് ഉന്നയിച്ച മുദ്രാവാക്യം? കേരളത്തിലെ ഗവൺമെൻറ് 250 രൂപ തീരുമാനിച്ചത് കൊടുക്കണം. ഇന്ത്യയിൽ 170 രൂപ സംരക്ഷിത വില കൊടുക്കുന്ന ഒറ്റ സ്റ്റേറ്റേ ഉള്ളൂ, അത് കേരളമാണ്. അത് പറയണ്ടേ? പിണറായി വിജയന്റെ ഗവൺമെൻറ് 170 കൊടുക്കുന്നു. ഇന്ത്യയിൽ അത്തരം വേറൊരു ഗവൺമെൻറ് ഇല്ല. ഒരു കോൺഗ്രസ് ഗവൺമെൻറ്റും ഒരു BJP ഗവൺമെൻറ് കൊടുക്കുന്നില്ല. അത് 250 ആക്കണം, മനസ്സിലാവും. എന്നാൽ ഇവിടെ 250 രൂപ ഈ ഗവൺമെൻറ് കൊടുക്കണം. കേന്ദ്ര ഗവൺമെൻറ് റബ്ബറിന് പൂർണ്ണമായിട്ടും കൃഷിയല്ല, ഒരു വാണിജ്യ വസ്തുവാണ്, അതിനുള്ള എല്ലാ ആനുകൂല്യങ്ങളും എടുത്തു കളയുന്നു. ആസിയാൻ കരാർ ഒപ്പിട്ട് റബ്ബറിന് വില കുറക്കുന്നു, അതൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ മതത്തിൻ്റെ പേര് പറഞ്ഞ് ആളുകളെ കബളിപ്പിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത് ഞങ്ങളല്ല, ചില മതമേലധ്യക്ഷന്മാരാണ്. ഇവിടെ പറഞ്ഞത് ക്രിസ്ത്യാനികൾക്കെതിരെ ഇത്രയും വലിയ കയ്യേറ്റം നടക്കുമ്പോൾ ആദരണീയനായിട്ട് പാമ്പളാരി പിതാവ് പറഞ്ഞ് നമ്മുടെ എല്ലാം മുമ്പിലുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താ? ഈ വില കുറക്കാൻ കാരണം ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റാണ് എന്നുള്ളത് പറയുന്നില്ല. പകരം 300 രൂപ കൊടുത്താൽ ഞങ്ങൾ ഒരു MBA BJPക്ക് തരാമെന്നാണ്. അപ്പോ രാഷ്ട്രീയമായിട്ടല്ല അത്തരം വിഷയങ്ങൾ കാണുന്നത്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിനകത്തേക്ക് നിലപാടുതാണ്. ഇന്ന് ഇന്ത്യയിൽ റബ്ബറിന്റെ വില കുറയാൻ കാരണം കോൺഗ്രസ് BJP ഗവൺമെന്റിന്റെ നയാണ്. അത് പറയാൻ വേണ്ടിയിട്ട് പാമ്പളാരി പിതാവിന് സാധിക്കണ്ടേ? പിന്നെ ഈ ക്രിസ്തീയ വേട്ട നടക്കുന്ന BJPക്ക് MBA കൊടുക്കാം, റബ്ബറിന് വില കൂട്ടി തന്നാൽ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ആകെ വികാരമാണോ? അങ്ങനെ അടിയില്ലല്ലോ. ഇപ്പോൾ ഈ സമരം ഉദ്ഘാടനം ചെയ്തതുകൊണ്ട് പാമ്പളാരി പിതാവ് LDF ഗവൺമെന്റിനായിട്ട് മാത്രം പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? കേന്ദ്ര ഗവൺമെന്റിനെ പറയണ്ടേ? അപ്പോൾ ഞങ്ങളെല്ലാം മതത്തിന് ഈ രാഷ്ട്രീയത്തെ മതവുമായിട്ട് ബന്ധിപ്പിച്ച് കൈകാര്യം ചെയ്യുന്നത്. ഞങ്ങൾക്ക് മതത്തിൻ്റെ കാര്യമാണ്. ഓരോ ആളുകൾക്കും മതത്തിൽ വിശ്വസിക്കാനും ആരാധനാ സൗകര്യങ്ങൾ ഉപയോഗിക്കാനും മതം പ്രചരിപ്പിക്കാനും ആളുകളെ മതം മാറ്റാനുമുള്ള അധികാരമുണ്ടാവണം എന്ന് ചിന്തിക്കുന്ന പാർട്ടി ഞങ്ങളുടെ പാർട്ടി. അതിലൊന്നും ഒരു തടസ്സം ഉണ്ടാകാൻ പാടില്ല. അത് ഹിന്ദുവിനും പാടില്ല, ക്രിസ്ത്യാനിക്കും പാടില്ല, മുസ്ലിമിനും പാടില്ല. അത് പ്രചരിപ്പിക്കാൻ, അതനുസരിച്ച് ജീവിക്കാൻ, ആളുകളെ അതിനനുസരിച്ച് മാറ്റാൻ, അതിനെല്ലാം അധികാരമാണെന്ന് പറയുന്ന പാർട്ടിയാണ് CPIM. നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങളെ കുറ്റം പറയുമ്പോൾ. അതുകൊണ്ട് ഞങ്ങളെന്തോ ഈ പറയുന്ന ക്രിസ്തീയ വിഭാഗത്തെ ആക്രമിക്കുന്നു, ന്യൂനപക്ഷത്തെ ആക്രമിക്കുന്നു എന്നും പറഞ്ഞാൽ അത് വസ്തുതയുമായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ്. ഞങ്ങൾ ന്യൂനപക്ഷത്തിൻ്റെ കൂടെയാണ്. അവർക്കെതിരെ നടത്തുന്ന BJP വേട്ടയ്ക്കെതിരാണ്. ഞങ്ങളാകാവുന്ന പരമാവധി ശക്തി വെച്ചുകൊണ്ട് ഞങ്ങളതിനെ ചെറുക്കും. നിങ്ങളുടെ വോട്ടുകൾ കിട്ടുമോ എന്നുള്ളത് ഞങ്ങളുടെ വിഷയമല്ല, ഞങ്ങളതല്ല പരിഗണിക്കുന്നത്. വോട്ടൊക്കെ രണ്ടാമത്തെ കാര്യം. മനുഷ്യരുടെങ്കിലല്ലേ വോട്ടുള്ളൂ, മാനവ സൗകര്യം ഉണ്ടെങ്കിലല്ലേ ഇവിടെ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ ജനാധിപത്യം ഉണ്ടാവും. അതിന് പ്രാമുഖ്യം കൊടുക്കുന്ന പാർട്ടിയാണ് ഞങ്ങൾ. ഞങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇവിടെ അഡ്വക്കേറ്റിനെ പോലുള്ള ആളുകൾക്ക് സാധിക്കണം എന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ. അല്ലാതെ ബ്ലണ്ടായിട്ട് ഞങ്ങൾക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് ഭൂഷണമല്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതാണ് CPIMന്റെ മനു ഉന്നയിച്ച ആരോപണങ്ങളോടുള്ള CPIMന്റെ പ്രതികരണം. ഷാബു പ്രസാദിലേക്കാണ്. ശ്രീ ഷാബു പ്രസാദ്, ഈ ലേഖനത്തിലേക്ക് വരികയാണെങ്കിൽ ഈ പ്രധാനമന്ത്രി ക്രിസ്മസ് വിരുന്നൊരുക്കുമ്പോൾ ഓർഗനൈസറിൽ ക്രിസ്മസ് അവഹേളിക്കപ്പെടുകയായിരുന്നു. കേരളത്തിലെ കേസരിയിലും സമാനമായ ഉള്ളടക്കമാണ് കാണാൻ കഴിയുന്നത് എന്ന് പറയുന്നു. ഇങ്ങനെ അരമനകൾ കയറി ഇറങ്ങി ഇത്തരത്തിൽ ക്രൈസ്തവ സ്നേഹം മാത്രം മുന്നോട്ട് വെച്ചതുകൊണ്ട് കാര്യമില്ല. ഇപ്പോൾ അടുത്ത ദിവസം പ്രധാനമന്ത്രി വരികയാണ്. അദ്ദേഹം വരുന്നതിൻ്റെ ലക്ഷ്യം വളരെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രത്യേകിച്ചും തൃശ്ശൂർ പോലെ ഒരു മണ്ഡലം നിങ്ങളുടെ ഒരു സ്വപ്നമാണ്. ആ സ്വപ്നത്തിലേക്ക് മോദിയെ കൊണ്ടുവന്ന് അവിടെ ഒരു സീറ്റ് നേടിയെടുക്കാം എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ. പക്ഷേ ആ ഒരു പ്രതീക്ഷയ്ക്ക് മുന്നോടിയായി തന്നെയാണ് ഇത്തരത്തിൽ KCBC ഇത്തരത്തിൽ ഒരു ലേഖനം എഴുതിയത്.
അത് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിലടക്കം കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഈ രാജ്യത്തെ ക്രൈസ്തവർ നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ വരച്ചു കാട്ടുകയാണ് KCBCയുടെ ഈ ലേഖനത്തിൽ. നീലിമ, ഞാൻ ആ ഉത്തരത്തിൽ നീലിമയുടെ ചോദ്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് എനിക്ക് അഡ്വക്കേറ്റ് മനുവിനോടൊരു അഭ്യർത്ഥനയുണ്ട്. താങ്കളെ ഇനി ഈ കൈരളി TV-യിലൊക്കെ ചർച്ചയ്ക്ക് വിളിക്കുന്നതിന് മുമ്പ് ഒന്ന് AKG സെൻറ്ററിലൊക്കെ വിളിച്ച് ഞാൻ ഇതിൻ്റെ ചർച്ചയ്ക്ക് പോവുകയാണ്, കൈരളി TV-യിലാണ് വരുന്നത്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് KCBCയുടെ പ്രതിനിധിയായി ഞാൻ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്ന് ഇവരോടൊക്കെ ചോദിച്ച് അനുവാദം മേടിച്ചിട്ട് പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ ഒരുപക്ഷെ മാഷാള്ള സ്റ്റിക്കർ പതിച്ച ഇന്നോവയൊക്കെ ചിലപ്പോൾ വീട്ടിൽ വന്നെന്ന് വരും. അത് ഒന്ന് പറഞ്ഞു. കാര്യം ഇവരാണല്ലോ താങ്കളെ, അതായത് KCBCയുടെ പ്രതിനിധിയെ KCBC എങ്ങനെ സംസാരിക്കണം എന്ന് പഠിപ്പിക്കുന്നത് ഇവരാണല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങയോട് അത് ഒരു അഭ്യർത്ഥനയാണത്. ഇനി നീലിമയുടെ ചോദ്യത്തിലേക്ക് വരാം. നീലിമ, ഇതൊരു ജനാധിപത്യ സ്ഥിതിയാണ്. ഓരോ വ്യക്തിക്കായാലും സംഘടനകൾക്കായാലും സ്ഥാപനങ്ങൾക്കായാലും മാധ്യമങ്ങൾക്കായാലും അവരവരുടെ അഭിപ്രായങ്ങൾ പറയാനും പ്രകടിപ്പിക്കാനുമുള്ള അവകാശം ഇവിടെയുണ്ട്. അത് ഓർഗനൈസറിനുമുണ്ട്, അത് കേസരിക്കുമുണ്ട്, അത് ദീപികയ്ക്കുമുണ്ട്, KCBCക്കുമുണ്ട്, CPM-നുമുണ്ട്, BJPക്കുമുണ്ട്, RSSനുമുണ്ട്, എല്ലാം ഉണ്ട്. അവർ അവരുടെ ഇപ്പോൾ ഈ പ്രസൻറ്റ് ഉള്ള ആ ഒരു സിറ്റുവേഷനെ വിലയിരുത്തിക്കൊണ്ട് അവർ ദീപികയ്ക്കകത്തൊരു ലേഖനം എഴുതട്ടെ. അതിനെന്താ പ്രശ്നം? അത് എഴുതട്ടെ. ഇനിയിപ്പം അവർക്ക് ആശങ്കകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ, ഇനിയും പ്രധാനമന്ത്രി ഇടപെട്ട് പരിഹരിക്കേണ്ടതാണെങ്കിൽ, അല്ലെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണെങ്കിൽ ചെയ്യപ്പെടട്ടെ. അതല്ലേ ആരോഗ്യകരമായ ഒരു ജനാധിപത്യം എന്ന് പറയുന്നത്. അവർ ആരോഗ്യകരമായ അതിന് നിങ്ങളൊക്കെ എന്തിനാണ് ഇത്രയധികം ഭയപ്പെടുന്നത്? ശരി, ക്രിസ്ത്യൻ സമൂഹത്തിൽ ഒരു വിഭാഗത്തിന് ഇങ്ങനെ ഒരാശങ്കയുണ്ട്, അത് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം, അല്ലെങ്കിൽ അങ്ങനെ തീർച്ചയായും അങ്ങനെ ആവശ്യപ്പെടാനും ആ നിലപാടെടുക്കാനും KCBCക്ക് അവകാശമുണ്ട്. അവരുടെ പത്രത്തിൽ കൂടെ അത് പ്രസിദ്ധീകരിക്കാനുള്ള അവകാശമുണ്ട്. അതാണ് അവർ ചെയ്തത്. അതിൻ്റെ അവിടേക്ക് ഈ കിട്ടുന്ന ഒരു ചാൻസ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു സമൂഹത്തിൻ്റെ ഉള്ളിൽ ഒരു വലിയ ഭീതി വിതച്ചുകൊണ്ട്, എന്നും ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വഭാവം ഇതാണ്, മനുഷ്യരെ പേടിപ്പിച്ച് ന്യൂനപക്ഷങ്ങളായാലും പേടിപ്പിച്ച് അവരും പേടിച്ച് ഭയപ്പെട്ട് ഭയത്തിൽ ജീവിക്കുന്ന ഒരു വർഗമാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ. അത് ഇപ്പോൾ ഇവർക്ക് ഇവിടെ എങ്ങാണം തൃശ്ശൂർ എന്ന് പറയുന്നത് BJPക്ക് ഒരു പ്രതീക്ഷയുള്ളൊരു മണ്ഡലമാണ്. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ അവിടെ ക്രിസ്ത്യൻ സമൂഹം ഒരു പ്രബല സമൂഹമാണ്. ആ സമൂഹത്തിൻ്റെ ഇടയിൽ എങ്ങനെയെല്ലാം അവരെ ഭയപ്പെടുത്താമോ അത് മുഴുവൻ ഭയപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടുള്ള ഇതിവരുടെ സ്ഥിരം നമ്പറാണിത്. ഇവിടെ പ്രകാശം മാസ്റ്റർ ഇവിടെ ഇരുന്ന് പറയുന്നു, ഞങ്ങൾ ക്രിസ്ത്യാനിക്കെതിരെ എന്ത് ചെയ്തു, ഇത് പിണറായി വിജയൻ എന്തെല്ലാം ചെയ്തു എന്ന് പറഞ്ഞു. ഈ പിണറായി വിജയനാണെന്ന് ഇവിടെ നികൃഷ്ട ജീവി എന്ന് ആരോപിച്ചത്. ഇവരുടെ ഇവിടുത്തെ ഒരു മെത്രാനെ നികൃഷ്ട ജീവി. M. ജയചന്ദ്രനിലേക്കാണ് പോകുന്നത്. ശ്രീ M. ജയചന്ദ്രൻ, ഇപ്പോൾ BJP അനുഭാവി ഷാബു പ്രസാദ് പറയുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷത്തെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകാർ ഭയപ്പെടുത്തി പീഡിപ്പിക്കുകയാണ് എന്നാണ് പറയുന്നത്. താങ്കൾക്ക് പ്രതികരിക്കാം. നീലിമ, ലോകപ്രശസ്തമായ ഒരു പുസ്തകമുണ്ട്, പോവർട്ടി ഓഫ് ഫിലോസഫി. പട്ടിണിയുടെ ദാരിദ്ര്യത്തിന്റെ തത്വചിന്ത എന്നാണ് ആ വിഖ്യാതമായ പുസ്തകത്തിന്റെ പേര്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാർക്സ് ആണ് അത് എഴുതിയത്. അത് മതത്തിനെതിരെയല്ല, മതപൗരോഹിത്യത്തിനെതിരെ, മതപൗരോഹിത്യം എങ്ങനെയാണ് മതത്തിന്റെ സത്തയിൽ നിന്ന് അകന്നു മാറി വിശ്വാസ സമൂഹത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നതിനെ നിശ്ചിതമായി പരിഹസിക്കുന്ന ഒരു കൃതിയാണ് മാർക്സിന്റെ പോവർട്ടി ഓഫ് ഫിലോസഫി. ആ പരിഹാസത്തിന്റെ മറ്റ് തലങ്ങളിലേക്ക് പോകാനുള്ള സമയമില്ല, ഞാനത് പോകുന്നുമില്ല. പക്ഷേ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എന്താണ് പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, പൊളിറ്റിക്കൽ ഡെമോക്രസി ഭരണഘടനാപരമായി സ്വീകരിച്ച രാജ്യമാണ് ഇന്ത്യ. പൊളിറ്റിക്കൽ ഡെമോക്രസി നമ്മൾ ഭരണഘടനാപരമായി സ്വീകരിച്ചിട്ടുള്ളത്. അതിനെ, ആ പൊളിറ്റിക്കൽ ഡെമോക്രസിയെ ഭരണഘടനയിൽ നിന്ന് ഒഴിവാക്കാനും ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റായി ഈ ഭരണഘടനയെ മാറ്റാനും വിഭാവനം ചെയ്യുന്ന
നടപടിക്രമങ്ങൾ ക്രമാനുഗതമായി വികസിച്ചു വരുന്നു. ഇതാണ് ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തുന്നു എന്ന് ഞാൻ ആദ്യം തന്നെ സംസാരിച്ചത്. പക്ഷേ അഡ്വക്കേറ്റ് മനു അത് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഇവര് എന്താണ് ഇവർക്കെതിരെ ആണ് ഞാൻ സംസാരിച്ചത് എന്നുള്ള നിലയിലാണ് മതം മാറ്റത്തിന്റെ കാര്യം, മതപ്രചാരണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത് എന്നുള്ള നിലയാണ് അദ്ദേഹം ആരോപിച്ചത്. താങ്കൾ മനസ്സിലാക്കൂ, ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യുന്നതല്ല, നിങ്ങൾക്കെതിരെ മറ്റുള്ളവർ ആരോപിക്കുന്ന, പ്രത്യേകിച്ചും രാഷ്ട്രീയ സ്വയം സേവക സംഘവും ആ അംബ്രലയുടെ കീഴിലുള്ള മറ്റ് സംഘടനകളും ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം നിങ്ങൾ ചെയ്യുന്ന പരിപാടി മതപരിവർത്തനമാണ് എന്നുള്ളതാണ്. അതാണ് നിങ്ങൾക്കെതിരെയുള്ള ചാർജ് ഷീറ്റ് നിരന്തരം അവതരിപ്പിച്ചു പോരുന്നത്. അതുകൊണ്ടാണ് ക്രൈസ്തവ സംഘടനകൾക്ക് കൂടുതൽ അഗ്രസീവായി പൊളിറ്റിക്കലായി സംഘടിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഇപ്പോഴത്തെ ഇന്ത്യയിൽ ഉണ്ടാവുന്നത്. ഈ ആശങ്കയാണ് KCBCയുടെ ദീപിക ലേഖനം മുമ്പോട്ട് വെക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതല്ലാതെ മനു പറഞ്ഞ ആ ഒരു ആശയതലമേ അല്ല ഞാൻ ആ ലേഖനത്തിൽ കാണുന്നത്. അത്തരത്തിൽ വളരെ സമഗ്രവും വളരെ ആഴത്തിലുള്ളതുമായ ഒരാശയ തലം, അതിന്റെ പ്രായോഗികമായ എല്ലാ നൂക്കാൻ കോർണറുകളെയും സ്പർശിച്ചുകൊണ്ട്, അതുകൊണ്ടാണ് BJPയെ പേരെടുത്ത് പറഞ്ഞ്, RSSനെ പേരെടുത്ത് പറഞ്ഞ്, കേസരി ഓർഗനൈസേഷനെയും പേരെടുത്ത് പറഞ്ഞ് ആ ലേഖനത്തിൽ വിമർശിക്കുന്നത്. അതിനെ ആ തരത്തിൽ താങ്കൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ അത് താങ്കളുടെ പ്രശ്നമാണ്, എന്റെ പ്രശ്നമല്ല. ഞാൻ അതിനെ അങ്ങനെയാണ് വായിക്കുന്നത്. അങ്ങനെയാണ് മതേതര ബോധമുള്ള മതനിരപേക്ഷനായ ഏത് ഇന്ത്യക്കാരനും അങ്ങനെ വായിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതും. ആ വികാരമാണ് ഞാൻ പ്രകടിപ്പിച്ചത്. അത് കത്തോലിക്ക കോൺഗ്രസിന്റെ വക്താവിന് മനസ്സിലാകുന്നില്ലെങ്കിൽ ആ കഷ്ടം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ള കാര്യത്തിൽ തുറന്നുമില്ല. ശരി, പ്രകാശ് മാസ്റ്റർ അങ്ങയിലേക്ക് പോകുകയാണ്. ഇപ്പോൾ ഈ ലേഖനം വന്നതിൻ്റെ ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ വളരെ കൃത്യമായുണ്ട്. അടുത്ത ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ വരികയാണ്. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ് തൃശ്ശൂരിൽ എത്തുന്നത് എങ്കിൽ കൂടി അതിന് കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ തൃശ്ശൂർ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലികേറ മല തന്നെയാണ്. KCBCയുടെ ഈ നിലപാട് കൂടി വരുന്നതോടെ ക്രൈസ്തവ ഭൂരിപക്ഷത്തിന് വലിയ വോട്ട് ബാങ്കുള്ള തൃശ്ശൂരിൽ എങ്ങനെയാണ് KCBCയുടെ ഈ നിലപാട് അവിടെ സ്വാധീനിക്കപ്പെടാൻ പോകുന്നത്? തീർച്ചയായിട്ടും ഇത് യഥാർത്ഥ ക്രിസ്ത്യാനികളെ വലിയ രൂപത്തിൽ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് BJPക്ക് എതിരാണ് എന്നത് പരിശോധിക്കാൻ പാഴൂർ പടി വരെ പോകേണ്ട കാര്യമൊന്നുമില്ല. BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവരും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളും നേരിടുന്ന ഭീഷണികൾ എന്നുള്ളതാണ് അതിലെ അവസാനത്തെ ഖണ്ഡിക. ആ ഖണ്ഡികയിൽ കൃത്യമായിട്ട് പറയുന്നു, സുരക്ഷിതമായി ജീവിക്കാനുള്ള സാഹചര്യം സാധാരണ ക്രിസ്ത്യാനിക്കില്ല. അവരുടെ സ്ഥാപനങ്ങൾക്കും സമുദായ നേതൃത്വത്തിനും പ്രവർത്തന സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു. വർഗീയ വിദ്വേഷ പ്രചരണങ്ങളുടെ ഫലമായിട്ട് ആൾക്കൂട്ട ആക്രമണങ്ങൾ അവർക്കെതിരെ ഉണ്ടാവുന്നു. മതപരിവർത്തന നിരോധന നിയമം വ്യാപകമായി ദുരുപയോഗപ്പെടുത്തി നിരപരാധികളെ കേസിൽപ്പെടുത്തുന്നു. എവിടെ? BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും. ഇത് പറഞ്ഞാണല്ലോ ആ ലേഖനം അവസാനിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇതെന്തോ BJPക്ക് മാത്രം എതിരല്ല, CPMന് കൂടി എതിരാണ് എന്ന് പറയുന്നത് മനു എന്തർത്ഥത്തിലാണ് എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണല്ലോ ഷാഹു പ്രസാദ് പറഞ്ഞത്. അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണോ ന്യൂസ് ക്ലിക്കിൻ്റെ സ്ഥാപകനെയും HR മാനേജറെയും ഇപ്പോൾ ജയിലിൽ വെച്ചിരിക്കുന്നത്? നൂറുകണക്കിന് മാധ്യമപ്രവർത്തകരെ നരേന്ദ്രമോദി വിമർശിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് കൽത്തുകൾ അടച്ചിരിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണോ? NDTV ആയിരുന്നു ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിക്കെതിരെ കഴിഞ്ഞ 5-8 കൊല്ലമായി സംസാരിച്ച ഏറ്റവും വലിയ മാധ്യമം. ഇപ്പോൾ നമ്മുടെ നരേന്ദ്രമോദി അദാനിയെ കൊണ്ട് അത് വിലക്ക് വാങ്ങിപ്പിച്ചു. NDTV ഇപ്പോൾ അദാനിയുടേതാണ്. അപ്പോൾ ഇതെല്ലാം അഭിപ്രായ സ്വാതന്ത്ര്യം കൊണ്ടാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? പിന്നെ BJP ഇവിടെ ക്രിസ്ത്യാനികൾക്ക് ഒരു ഭയവുമില്ല. ഭയമില്ലെങ്കിൽ ഈ ലേഖനം വരുമോ? ഭയം അങ്ങേ അറ്റമാണ് എന്നുള്ളതുകൊണ്ടാണല്ലോ പ്രധാനമന്ത്രി വരുന്നതിന് തൊട്ട് മുമ്പിൽ ഇത്തരമൊരു ലേഖനം വരുന്നത്. അപ്പോൾ ഇതിലെ ചുവരെഴുത്ത് ക്രിസ്ത്യാനികൾക്കെല്ലാം കൃത്യമായിട്ട് മനസ്സിലാവും. അതുപോലെ മതനിരപക്ഷവാദികൾക്കെല്ലാം കൃത്യമായിട്ട് മനസ്സിലാവും. മനസ്സിലാവാതിരിക്കുന്ന ഒരു പാർട്ടി ഇന്ത്യ രാജ്യത്ത് BJP ആണ്. കോൺഗ്രസിനും ആ നിലക്കത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ന്യൂനപക്ഷങ്ങളുടെ അസ്തിത്വം വലിയ വെല്ലുവിളിയിലാണ്. അതിഗുരുതരമായ ഒരു സാഹചര്യത്തെ ഈ രാജ്യം നേരിടാൻ പോകുന്നു. മതനിരപേക്ഷത വെല്ലുവിളിക്കപ്പെടാൻ പോകുന്നുവെന്ന് ഇന്ത്യയെക്കുറിച്ച് ഉത്കണ്ഠയുള്ള മുഴുവൻ ആളുകൾക്കും അറിയാവുന്നൊരു കാര്യമാണ്. ആ ഒരു ചിന്ത നല്ലതുപോലെ ബാധിച്ച വിഭാഗങ്ങളാണ് ന്യൂനപക്ഷങ്ങൾ, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും. ക്രിസ്ത്യാനികളുടെ ആ രംഗത്തുള്ള ജിജ്ഞാസ, ഉത്കണ്ഠ, അവരുടെ ഭയം അത് വെളിവാക്കുന്ന ഒന്നാണ് KCBC ഈ ലേഖനം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് വായിക്കുന്ന ഏതൊരാൾക്കും അങ്ങനെ മാത്രമേ കരുതാൻ വേണ്ടി കഴിയൂ. അതുകൊണ്ട് ഇതെല്ലാ പാർട്ടികൾക്കും എതിരാണ്.
എല്ലാവർക്കും എതിരായിട്ടുള്ള കാര്യമാണ് എന്നൊന്നുമല്ല. ഓക്കെ. വിരുന്നൂട്ടിയ ശേഷം വിരട്ടുന്ന സംഘപരിവാർ തന്ത്രം തിരിച്ചറിയുന്നുവെന്ന് കത്തോലിക്ക സഭ പറയുമ്പോൾ ഈ നിലപാട് ആരെയെല്ലാമാണ് പൊള്ളിക്കുന്നത് എന്നതാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്തത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും വളരെയധികം നന്ദി.